മുഴുവൻ ആൾക്കാരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ വിശ്വസിക്കുന്ന ആ പ്രപഞ്ച ശക്തിക്ക് മുമ്പിൽ ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങാം. ഓക്കെ, ഈ സൂം മീറ്റിംഗിലേക്ക് ഞാൻ ഒരിക്കൽ കൂടി ഇതിൽ എത്തിച്ചേർന്ന മുഴുവൻ ആൾക്കാരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ രാജ്യത്തിന്റെ വികസനത്തിന് നല്ലൊരു സംഭാവന ചെയ്യുന്ന ഒരു മേഖലയാണ് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രീസ്. നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നതും ഇങ്ങനെ നല്ലൊരു സംഭാവന രാജ്യത്തിന് നൽകുന്ന ഒരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയിലേക്കാണ്. നല്ല റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റും അതുപോലെ നമ്മൾ എടുക്കുന്ന ജോലിക്ക് അർഹതപ്പെട്ടതിലും കൂടുതൽ പേ ഔട്ട് നൽകുന്നതുമായ ഒരു കമ്പനിയിലാണ് നമ്മൾ ഇപ്പോൾ ജോലി ചെയ്യുന്നത്. ഇതൊരു ജോലി തന്നെയാണ്. അപ്പോൾ ഈ പേ ഔട്ട് നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ പരിചയപ്പെടുത്തുന്ന പ്രോഡക്റ്റുകൾ അത് സെയിലായി മാറണം. ആ സെയിലായി മാറാത്തതാണ് നമ്മൾ നേരിടുന്ന ഒരു വെല്ലുവിളി എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി നമ്മുടെ മുന്നിൽ കിടക്കുന്നത് ഈ സെയിൽ ക്ലോസിംഗ് നടക്കാത്തതാണ്. അപ്പൊ ഈ സെയിൽ ക്ലോസിംഗ് നടക്കുന്നതിന് എന്താണ് ഒരു പോംവഴി, അല്ലെങ്കിൽ ഈ പ്രതിസന്ധിക്ക് കാരണം എന്താണ്? അതിനെക്കുറിച്ചാണ് നമ്മുടെ ഗ്രേറ്റ് ലീഡർ, മാഗ്നറ്റിക് തെറാപ്പിയിലെ ഡിപ്ലോമ ഹോൾഡറായ നമ്മുടെ പുറമേരി സ്വദേശി മിനീഷ് സാർ നമ്മുടെ മുന്നിൽ ഇന്ന് സംസാരിക്കുന്നത്. ഇതിനു മുമ്പും സാറ് ഈ ജൂലൈ 12 ഒരു നല്ലൊരു ക്ലാസ് സെയിൽ ക്ലോസിനെ കുറിച്ച് നമുക്ക് നൽകിയിട്ടുണ്ട്. പിന്നെ ഏതായാലും അതിന്റെ ചില ടിപ്സുകളാണ് നമ്മുടെ മുന്നിലേക്ക് സാറ് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് സശ്രദ്ധം നമ്മൾ ശ്രദ്ധിക്കുക, നോട്ട് ചെയ്യേണ്ടവർ അത് നോട്ട് ചെയ്തെടുക്കുക. ഇത് നമ്മുടെ സെയിൽ ക്ലോസിങ്ങിന് അല്ലെങ്കിൽ നമ്മളൊരു ക്ലയന്റിനെ കാണാൻ പോകുമ്പോൾ അത് നമുക്ക് ആവശ്യമായിരിക്കും. അത് നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ചു വെക്കുക. എന്തായാലും ഞാൻ മിനീഷ് സാറെ ഈ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഒരിക്കൽ കൂടി സൂമിലേക്ക് എത്തിയിരിക്കുന്ന മുഴുവൻ ആൾക്കാരെയും സ്വാഗതം ചെയ്തുകൊണ്ട് പ്ലീസ് വെൽക്കം മിനീഷ് സാർ. ഗുഡ് മോർണിംഗ് സാർ. താങ്ക് യു സോ മച്ച്. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ല ഒരു ദിവസം നേരാണ്. ഇന്നത്തെ ദിവസം എല്ലാവർക്കും അടിപൊളിയായിരിക്കട്ടെ. കുറെ ആളുകൾ യാത്രയിലാണ്, കുറെ ആളുകൾ ജോയിൻ ചെയ്ത് തുടങ്ങുന്നേ ഉള്ളൂ. കുറെ ആൾ 5:55 5:50 ആകുമ്പോഴത്തേക്ക് ജോയിൻ ചെയ്യും. ഇതിന്റെ ഒക്കെ പിന്നിലൊരു എഫേർട്ട് ഉണ്ട്. 5:50 ആകുമ്പം രാവിലെ എണീറ്റ് 5:55 മുന്നേ 5:50 മുന്നേ ഈ ഒരു സൂം ഓപ്പൺ ചെയ്യണമെങ്കിൽ ഒരു കൈ വളർത്തിക്കണം. 5 വർഷമായിട്ട് ആ കൈ തന്നെയാണ് കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കൈയും. അതാണ് അതിന്റെ സങ്കടം. ഓക്കെ, ഞാൻ പറഞ്ഞത് മറ്റാരെ കൊണ്ടല്ല. ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഒരുപാട് ആളുകൾ കേട്ടു, പക്ഷെ സീരിയസ് ആയിട്ട് ഏറ്റെടുത്ത് കേരളത്തിലേക്ക് ഈ ബിസിനസിനെ ഡെവലപ്പ് ചെയ്ത് വന്ന നമ്മുടെ മനോജ് സാറ്, അദ്ദേഹത്തിനോടുള്ള നന്ദി ആദരവും ആദ്യം തന്നെ അറിയിക്കുകയാണ്. കാരണം എല്ലാത്തിനും ഒരു കാരണഭൂതനുണ്ടാവും. ഇവിടെ വന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ന് ഈ ബിസിനസ് ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നുണ്ട്. ഇതിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അവനവനെ തിരിച്ചറിഞ്ഞിട്ട് എനിക്ക് കുറച്ചും കൂടി അപ്ഡേറ്റ് ആവണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഈ സൂമിലൊക്കെ ജോയിൻ ചെയ്യപ്പോഴും ഒരു ഉള്ളിലൊരു അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും. നമ്മളെപ്പോഴും സംസാരിക്കുന്ന പോലെ നമ്മളെപ്പോഴും എന്താ പറയാ, ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ള ആളുകളായിരിക്കും എപ്പോഴും തന്റെ ലൈഫ് സ്റ്റൈൽ ഒരു ലെവലിൽ മുന്നിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി എപ്പോഴും ആഗ്രഹിക്കുന്നത് അല്ലേ. അങ്ങനെയുള്ള ആളുകളാണ് എന്റെ മുന്നിലിരിക്കുന്ന എന്നാണ് എന്റെ വിശ്വാസം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കിപ്പോ വോയിസ് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവിടെ ഓപ്പൺ ആക്കിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്നെ കേൾക്കുന്ന ആളുകൾ എന്ത് ചെയ്യാ, ഞാൻ അങ്ങനെയാണ് എന്ന് എനിക്ക് മനസ്സിലാവാൻ വേണ്ടിട്ട് എന്ത് ചെയ്യാ, ആ ചാറ്റ് ബോക്സിൽ ഒരു യെസ് എന്ന് ടൈപ്പ് ചെയ്ത് വിട്ടാൽ മതി. അതിൽ 1-2 കാര്യങ്ങളുണ്ട്. നിങ്ങൾ അറിയാതെ ചിലപ്പം പറയും ഞാൻ അങ്ങനെയാണ്, ഇതുവരെ ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവില്ല ഞാൻ അങ്ങനെയായിരിക്കും എന്നുള്ളത്.
നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം സെയിൽസ് ആണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ, ഒരുപാട് ടിപ്സും കാര്യങ്ങളൊന്നും പറയുന്നില്ല. അതുകൊണ്ട് ആരും എവിടെ എത്തിയിട്ടില്ല. ഇതുവരെ ട്രെയിനിങ് കഴിഞ്ഞ ആളുകൾ ആരും പ്രത്യേകിച്ച് സെയിൽസ് ഒന്നും എടുത്തിട്ട് ഗ്രൂപ്പിലിട്ടതായിട്ട് കാണാറുമില്ല. കേൾക്കും, ഇതിലെ അങ്ങ് വിടും. ഇന്ന് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. നിങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താറില്ലേ സെയിൽസിന് പോകുമ്പോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ അതിനും ഒരു എസ് ഇട്ടോ അല്ലെങ്കിൽ ഒരു തമ്പിട്ടോ. ഓക്കെ, സനിത മാഡം, സ്വസ്ഥമ മാഡം, ഇസ്മായിൽ സാറ്, അമ്പിളി മാഡം, ആന്റണി സാറ്, പ്രദീപ് സാറ്, ലീന മാഡം, ചന്ദ്രൻ സാറ്, സന്ദീപ്, ബാബു സാറ്, രാധാദേവി, ചാക്കോ സാറ്, ഗീത PS, ഒരുപാട് ആളുകള് ചാറ്റിലേക്ക് ഇങ്ങനെ. ഇതൊന്നുമില്ല, നിങ്ങൾക്ക് ചാറ്റ് ബോക്സിലേക്ക് എസ് ഇടാൻ അറിയാവോ എന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്ന് ചോദിച്ചു നോക്കിയത്. ഞാൻ ചിലപ്പം കുറച്ച് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ആർക്ക് മറുപടി കിട്ടണ്ടേ? മറുപടി ആരും ഈ ഗ്രൂപ്പിലുള്ള ആളുകൾ, പ്രത്യേകിച്ച് ആരെങ്കിലും ഒരു ഫാമിലി ബോണസ് ഒക്കെ അടിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഒരു ലൈക്ക് ഇടണം. അതെന്തുകൊണ്ടാ വെച്ചാൽ നിങ്ങളെ ഫോട്ടോ ഒരു ദിവസം ഫാമിലി ബോണസ് അച്ചീവർ, അല്ലെങ്കിൽ അവയർനെസ് ബോണസ് അച്ചീവർ, സീലിംഗ് അച്ചീവർ, അല്ലെങ്കിൽ ലക്ഷപ്രഭു, കോർവതി എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ പോസ്റ്റ് ഗ്രൂപ്പിലേക്ക് ഇടുന്ന സമയത്ത് ആ പോസ്റ്റില് അതിന്റെ എത്ര പേര് കൺഗ്രാറ്റുലേഷൻ, ലൈക്കും ഇതൊക്കെ ഇടുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം നോക്കുക. ശരിയല്ലേ? നിങ്ങൾ ടീമിലെ ആളുകളുടെ മാനസികാവസ്ഥ അത് തന്നെയാണ്. അവരതാ നോക്കുക, അവരെ ഫോട്ടോ കാണുമ്പോൾ ഇതിന് എത്ര പേര് ലൈക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ കൂടെ നടക്കുന്ന നമ്മൾ ലൈക്ക് ചെയ്തില്ലെങ്കിൽ പിന്നെ ആരാ ലൈക്ക് ചെയ്യാതിന്? ഞാൻ എപ്പോഴും കാണുന്നതാണ്, ഗ്രൂപ്പിൽ ഒരു ഫോട്ടോ വന്നു കഴിഞ്ഞാൽ പോലും അത് 500 രൂപ കിട്ടിയ ക്രൈറ്റീരിയ, 440 രൂപ 2% ടാക്സും കഴിച്ച് 431 രൂപ കിട്ടിയ ഒരു ന്യൂ കമറെ സംബന്ധിച്ചിട്ട് അവരുടെ ലൈഫിലെ ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമായിരിക്കും അത്. എന്തുകൊണ്ടാ? ഈ ബിസിനസ്സിൽ വന്ന് 440 രൂപ കിട്ടണമെങ്കിൽ ഏകദേശം 33,500 രൂപയുടെ സെയിൽസ് എടുക്കണം. ആ സമയത്താണ് അദ്ദേഹത്തിന് പൈസ കിട്ടുന്നത്. അതിനാ നമ്മൾ ആരും എന്ത് ചെയ്യില്ല, അതിൻ്റെതായ മഹത്വത്തിൽ അതിനെ കാണുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം നമ്മളെ കോടികളുടെ മുകളിലെ കണ്ണ്. എന്നാ ഈ കോടികൾ ആരെങ്കിലും വാങ്ങിയിട്ടുണ്ടോ? അതൊട്ട് നടക്കുന്നുമില്ല. അപ്പൊ എന്തോ കുഴപ്പങ്ങളുണ്ട്. അതിലേക്കുള്ള ഓട്ടത്തിലാണ് ഞാനും നിങ്ങളും. അപ്പൊ നമുക്ക് മുന്നിൽ കുറെ തടസ്സങ്ങൾ വരുന്നത്, ഒന്ന് സെയിൽസ് ക്ലോസ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് ഒന്ന്. പിന്നെ പല ലീഡർമാരും പറയുന്നത് കേൾക്കുക, സെയിൽസിന്റെ പിന്നാലെ പോകല്ലേ, രോഗികളെ തേടി പോകല്ലേ എന്നുള്ള ടോക്കുകളും കാണുന്നുണ്ട്. എന്ന് മുതൽ രോഗികളെ തേടി പോകല്ലേ എന്ന് പറഞ്ഞ് തന്റെ കൂടെ വന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ മാനസികമായി തളർത്തിയോ അന്ന് മുതൽ സെയിൽസ് കുറഞ്ഞു എന്നുള്ളതാണ് ഒരു റിസർച്ച് നടത്തിയപ്പോൾ കാണുന്ന യാഥാർത്ഥ്യം. ബയോട്ടോറത്തിലെ കാര്യം കേട്ടോ പറഞ്ഞ. സെയിൽസ് ഇല്ലെങ്കിൽ റവന്യൂ ഇല്ല എന്നുള്ളതാണ്. ലീഡേഴ്സ് വേണം. ഞാൻ എപ്പോഴും എന്റെ എല്ലാ ട്രെയിനിങ്ങുകളിലും സെക്ഷനിലും പറയുന്ന കാര്യമാണ്, ലോകത്തിലെ ഏത് ബിസിനസ് ആണെങ്കിലും, ഏത് ഓഫീസ് ആണെങ്കിലും, ഏത് മേഖലയാണെങ്കിലും വിജയിക്കുന്നത് എപ്പോഴും ഒരു റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ഒരു മേഖല എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് സെയിൽസ് ആണ്. ഞാൻ ഒരുപാട് കമ്പനിയിൽ സെയിൽസ് മാനേജറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഓപ്പറേഷൻ മാനേജർക്കോ അല്ലെങ്കിൽ അവിടെയുള്ള CEOക്കോ HR മാനേജർക്കോ കിട്ടാത്ത പരിഗണന എപ്പോഴും ഒരു കമ്പനിയിൽ സെയിൽസ് മാനേജർക്ക് കിട്ടും. എന്തുകൊണ്ടാണെന്നറിയോ? ഈ പണിയെടുക്കുന്ന ബാക്കി എല്ലാവർക്കും ശമ്പളം കൊടുക്കണമെങ്കിലും നമ്മൾ വേണം, സെയിൽസ് വേണം. അപ്പൊ ഒരു സെയിൽസ്മാൻ എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും മഹത്തായ ഒരു ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. നമ്മൾ ഈ ഇൻഡസ്ട്രിയിലേക്ക് കാലെടുത്ത് വെക്കുന്ന സമയത്ത് ആദ്യം പഠിക്കേണ്ട സ്കില്ല് സെയിൽസ് ആണ്. അത് ആര് എന്ത് എങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും സെയിൽസ് ഇല്ലെങ്കിൽ നിങ്ങളുടെ ടീമിൽ ആളുകൾക്ക് വരുമാനം ഉണ്ടാവില്ല. അത് 100% സെയിലാണ്, സത്യമാണ്. ലീഡേഴ്സ് വേണ്ടേ എന്നുള്ള ചോദ്യം ഇതിലിരിക്കുന്ന ചിലപ്പോൾ 25 ലക്ഷത്തിന്റെ മുകളിൽ കിട്ടിയ ആളുകൾ ഇപ്പൊ ചോദിക്കുന്നുണ്ടാവും, ഇയാൾ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? ലീഡേഴ്സ് വേണം. ഒരു സ്കൂൾ ഉണ്ടെങ്കിൽ 10 അധ്യാപകരുണ്ടെങ്കിൽ 2 അധ്യാപകരായിരിക്കും ആ സ്കൂൾ നടത്തിക്കൊണ്ടുണ്ടാവും. മൊത്തത്തിൽ നിങ്ങൾ എവിടെ എടുത്താലും ഒരു ഓഫീസ് ഉണ്ടെങ്കിൽ ആ ഓഫീസിൽ 100 പേരുണ്ടെങ്കിൽ അതിൽ 20 പേര് മാത്രമേ ആക്റ്റീവ് ആയിട്ടുണ്ടാവും. ബാക്കി എല്ലാവരും ശമ്പളം വാങ്ങാൻ വരുന്ന പണിക്കാർ മാത്രമായിരിക്കും. ഏത് മേഖല എടുത്തു കഴിഞ്ഞാലും 80-20 എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പളിന്റെ അടിസ്ഥാനത്തിലാണ് ലോകത്തിൽ എല്ലാ കാര്യങ്ങളും നടന്നു പോവുക. നമ്മുടെ ടീമിന്റെ കാര്യം അതുപോലെ തന്നെയാണ്. നിങ്ങളെ കൂടെ 1000 പേര് വന്നിട്ടുണ്ടെങ്കിൽ 200 പേരാണ് നിങ്ങളെ എന്ത് ചെയ്യും, കട്ടക്ക് കൂടെ നിൽക്കുന്ന ലീഡേഴ്സ് ആയിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ 100 പേര് എടുത്തു കഴിഞ്ഞാൽ 20 പേരും, 10 പേര് എടുത്തു കഴിഞ്ഞാൽ 2 പേരും. അപ്പൊ 10 പേര് കൂടെ ഉണ്ടെങ്കിൽ 8 പേര് സെയിൽസ്മാൻമാരും
പിന്നെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവായിട്ട് നിൽക്കുന്ന സമയത്ത് 2 പേര് മതി ലീഡർഷിപ്പിലേക്കുള്ള ആളുകൾ ഈ ബിസിനസ് വിജയിക്കാൻ. അപ്പോ സെയിൽസിന് പ്രാധാന്യം കൊടുക്കാത്ത കാലത്തോളം ടീമിൽ റവന്യൂ ഉണ്ടാവില്ല. ടീമിൽ റവന്യൂ ഇല്ലാണ്ട കാലത്തോളം എന്ത് സംഭവിക്കുന്ന വെച്ചാല് ലീഡേഴ്സ് ഡൗൺലൈൻസിനെ കുറ്റം പറയാൻ തുടങ്ങും. സെയിൽ വെക്കുന്നില്ല, വരുമാനമില്ല എന്ന് പറയും. ഇതേ ലീഡർമാർ തന്നെ വീണ്ടും എന്ത് പറയും, നിങ്ങൾ രോഗികളെ തേടി പോകല്ലേ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരിക്കലും നിങ്ങളുടെ ടീമിൽ നിങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിക്കരുത്. ബോട്ടം ലെവലിൽ സെയിൽസ് വെക്കുന്ന സമയത്ത് മാത്രമേ ടീമിൽ വരുമാനം ഉണ്ടാവും. ലീഡേഴ്സിനെ തേടി പോകണ്ടെന്നല്ല, ലീഡേഴ്സ് നിർബന്ധമായിട്ട് പോകണം. പക്ഷെ ലീഡേഴ്സ് കൂടെ വരണമെങ്കിൽ എന്റെയും നിങ്ങളുടെയും അക്കൗണ്ടിൽ എന്തുണ്ടായിരിക്കണം, പണം കാണണം. ആ പണം കാണണമെങ്കിൽ സെയിൽസ് നടക്കണം. ശരിയാണോ തെറ്റാണോ നിങ്ങൾക്ക് അഭിപ്രായം, വിയോജിപ്പുകളും യോജിപ്പുകളും ആദ്യം അറിയിക്കാം. അതിനുശേഷം നമുക്ക് സെഷനിലേക്ക് പോവാം. ശരിയാണ് സാർ. ഓക്കെ, അപ്പൊ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്നെ ഓൾറെഡി കുറെ പ്രാവശ്യം പരിചയപ്പെടുത്തി കഴിഞ്ഞതാണ്. എന്നാലും ഞാൻ ഇന്ന് നിങ്ങളോട് പരിചയപ്പെടുത്തുന്നത് ഈ ഒരു സെഷന്റെ ഭാഗമായിട്ടാണ്, ഈ ഒരു ടോപ്പിക്കിന്റെ ഭാഗമായിട്ടാണ്. എന്റെ സ്ഥലം വരുന്നത് വടകര, കോഴിക്കോട് ജില്ലയിൽ വടകരയിൽ നാദാപുരത്തിനടുത്ത് പുറമേരി എന്ന് പറയുന്ന ഗ്രാമപ്രദേശത്താണ്. 2003 വരെ ഞാൻ ഇതിലിരിക്കുന്ന പല ആൾക്കാരെയും പോലെ വളരെ ഇൻട്രോവേർട്ടായിരുന്നു. ആളുകളോടൊന്നും വലുതായിട്ടൊന്നും സംസാരിക്കില്ല. ക്ലാസ്സിലാണെങ്കിൽ പോലും പ്രത്യേകിച്ച് നമ്മൾ ചില ആളുകൾ കാണില്ല, പെൺകുട്ടികളുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാത്തൊരു മനുഷ്യന്മാർക്കാണ് ചില ആളുകൾ. സൗഹൃദങ്ങളൊക്കെ നമ്മളെ പോലെ എനിക്ക് ക്രിക്കറ്റ് ആയിരുന്നു ഏറ്റവും ഇഷ്ടം. അതുകൊണ്ട് തന്നെ ക്രിക്കറ്റ് കളിക്കുന്ന ആളുകളുമായിട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ബന്ധമുണ്ടായത്. പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്തൊക്കെ കോളേജിലേക്ക് പോകുന്നത് തന്നെ കുറച്ച് പൊളിറ്റിക്സും കുറച്ച് ക്രിക്കറ്റുമാണ്. ഇതാണ് നമ്മുടെ ഒരു മേഖല. അതുകൊണ്ട് തന്നെ വളരെ ഭംഗിയായി പ്രീ ഡിഗ്രി എന്ത് ചെയ്തു, ജസ്റ്റ് പാസ്സാണ്. SSLCക്ക് നല്ല മാർക്ക് ഉണ്ടായത്. ഈ പ്രീ ഡിഗ്രിക്ക് സ്വാഭാവികമായിട്ട് മാർക്ക് കുറഞ്ഞത് കൊണ്ട് മൊകേരി ഗവൺമെന്റ് കോളേജിലാണ് ഞാൻ പഠിച്ചത്. പോകുന്ന സമയത്ത് എന്റെ കയ്യിൽ ബാറ്റ് സ്റ്റമ്പും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, അടി കിട്ടുന്നതിനെ തടയാനും തിരിച്ചടിക്കാനുള്ള ഒരു സാധനം കൂടി അത്. കാരണം അവിടെ പൊളിറ്റിക്സ് അങ്ങനെയാണ്. രണ്ടാമത്തെ കേസ്, ഡിഗ്രി പഠിക്കുന്നത് വടകര പ്രൈവറ്റ് കോളേജിലാണ്, മേഴ്സി കോളേജിലാണ്. ആ ഡിഗ്രി കഴിയുന്നത് വരെ ഞാൻ എന്റെ ഏറ്റവും കംഫർട്ടായ സോണിൽ മാത്രമേ ജീവിച്ചിട്ടുണ്ടായിരുന്നു. 2003 ശേഷം ഞാൻ വേറൊരു ആകസ്മികമായിട്ട് ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുകയും അതിലൂടെയാണ് 4 പേരോട് സംസാരിക്കാനുള്ള ഒരു കഴിവ് കിട്ടുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നീട് ഇങ്ങോട്ട് ഞാൻ ആർട്ട് ഓഫ് ലിവിംഗ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി കുറെ കോഴ്സുകൾ അറ്റൻഡ് ചെയ്തിരുന്നു. അതിലാണ് എന്റെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന് പറയുന്ന രീതിയിൽ ഞാൻ ഇപ്പൊ നിങ്ങളോട് ഈസി ആയിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ സാധിച്ചത് കേരളത്തിന്റെ ഏകദേശം എല്ലാ ജില്ലകളിലും ഞാൻ മെഡിറ്റേഷൻസും അതേപോലെ യോഗയൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി തെണ്ടി നടന്നിട്ടുണ്ട് ഒരു കാലത്ത്. 2003 മുതൽ 2010 വരെ. അതായിരുന്നു എന്റെ ഒരു 2010 വരെ ലൈഫ്. എന്ന് വെച്ചാൽ വളരെ ഫ്രീ ആയിരുന്നു. പ്രത്യേകിച്ച് വീട്ടില് പ്രത്യേകിച്ച് ബാധ്യതകളൊന്നുമില്ല. എല്ലാ കാര്യങ്ങളും അച്ഛൻ നോക്കുമായിരുന്നു, ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന പലരെയും പോലെ. അങ്ങനെ എന്ത് ചെയ്തു, 2008 ഞാൻ ബാംഗ്ലൂർ വെച്ചിട്ട് ട്രെയിനിങ്ങിന് പോയി. എന്റെ ലൈഫിൽ ഒരു ചേഞ്ച്, ഒരു സെക്കൻഡ് ഫേസിലേക്ക് പോയ ഒരു കാര്യം പറയുന്നത്. ഈ പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും എവിടെയെങ്കിലൊക്കെ ഉപകരിക്കും. 2008 2009 ബാംഗ്ലൂർ വെച്ചിട്ടൊരു ട്രെയിനിങ് ഉണ്ടായിരുന്നു. ഇന്ത്യൻ മിലിറ്ററി ഓഫീസേഴ്സ് ട്രെയിൻ ചെയ്യുന്ന ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ഒരു ട്രെയിനിങ് സെഷൻ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ ഭൂകമ്പം, ഭൂമികുലുക്കം, വെള്ളപ്പൊക്കം, ഇങ്ങനെ ആക്സിഡന്റ്, ട്രോമ, ഇതൊക്കെ ട്രീറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ട്രെയിനിങ് ഉണ്ടായിരുന്നു 5 ദിവസത്തേക്ക്. ഇപ്പൊ കേരളത്തിൽ നിന്ന് 10 പേരെ സെലക്ട് ചെയ്തത്. ആ 10 പേരിൽ ഒരാൾ ഞാനായിരുന്നു. പക്ഷെ അതിന് ഏറ്റവും വലിയൊരു ദുരന്തം എന്ന് വെച്ച് കഴിഞ്ഞാല് ആ ട്രെയിനിങ് ഹിന്ദിയിലായിരുന്നു. അപ്പോ നമ്മള് ഒരു 10 മലയാളികള് 10 പേർക്ക് ഹിന്ദി അറിയില്ലേ. പക്ഷെ കാര്യങ്ങളൊക്കെ അവർ കറക്റ്റായിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്തു. എല്ലാം ട്രെയിനിങ് ഒക്കെ എന്താണ്, ഫിസിക്കൽ ട്രെയിനിങ് ആയതുകൊണ്ട് എല്ലാം അവിടുന്ന് മനസ്സിലാക്കി സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടി, ഒക്കെ റെഡിയാണ്. പിന്നീട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ നടക്കുന്ന സമയത്ത് അങ്ങനെ പല കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അവിടെ എന്റെ മനസ്സിലുണ്ടായ ഒരു കാര്യം ഹിന്ദി പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. അത് എന്റെ ഉള്ളില്, എന്റെ ലൈഫിൽ
എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചൊരു സാധനമായിരുന്നു ഭാഷ അറിയില്ല എന്നുള്ളത്. കാരണം 10ാം ക്ലാസ് വരെ പഠിക്കുന്ന സമയത്ത് ഹിന്ദി പഠിച്ചിട്ടില്ല. ഏറ്റവും കൂടുതൽ അടി കിട്ടിയതും നുള്ളു കിട്ടിയതും ഒക്കെ എന്റെ ഹിന്ദി ടീച്ചറായില്ലേ. അപ്പൊ അങ്ങനെ എന്ത് ചെയ്തെന്ന് വെച്ചാല് ഹിന്ദി പഠിക്കാൻ വേണ്ടി അന്ന് ബംഗാളികൾ ഇവിടെ ഇല്ല കേട്ടോ. 2 കാര്യങ്ങളാണ്. ഈ കേരളത്തിലേക്ക് ബംഗാളികൾ പണിക്ക് വന്നിട്ടില്ല, അതുകൊണ്ട് ആ ഓപ്ഷൻ ഇല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാല് ബാംഗ്ലൂരിൽ പോയി നിൽക്കും. 10 ദിവസമോ 5 ദിവസമോ ഒക്കെ ആയിട്ട് ബാംഗ്ലൂരിൽ പോയി നിൽക്കും. അവിടെ പല പല ആളുകളായിട്ട് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്ന വെച്ചാൽ എന്റെ ഫ്രണ്ട് ഗൾഫിലേക്ക് ഒരു വിസ പറയാണ്. അങ്ങനെയാണ് ഞാൻ 2010 ഗൾഫിലേക്ക് പോകുന്നത്. ഗൾഫിലേക്ക് കയറുമ്പോഴും എന്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, അവിടെ പോയ ഹിന്ദി പഠിക്കാന്നുള്ളത്. അതായിരുന്നു എന്റെ ആവശ്യം. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ആ ആവശ്യം ഞാൻ വളരെ ഭംഗിയായി ഞാൻ ചെയ്തിട്ടുണ്ട്, പഠിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ 2010 മുതൽ 2014 വരെ ഷാർജയിലായിരുന്നു. 2014 മുതൽ 2018 വരെ നാട്ടിലായിരുന്നു. 2018 മുതൽ ഈ 2023 വരെ വീണ്ടും ഷാർജയിലായിരുന്നു. അതിനിടയ്ക്ക് ഒമാനിലുണ്ടായിരുന്നു. അതേ കമ്പനീന്റെ കാര്യങ്ങളൊക്കെ. ഇതാണ് എന്റെ ലൈഫ്. 2023 ശേഷമുള്ള ലൈഫ് നിങ്ങളുടെ മുന്നിലാണ്. ഇപ്പൊ നിങ്ങളുടെ കൂടെയാണ്. 2000 ഇതിനിടയ്ക്കുള്ള 4 വർഷം നാട്ടിൽ നിന്ന സമയത്ത് അറിഞ്ഞോ അറിയാതെയോ എത്തിപ്പെട്ടൊരു മേഖലയാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന മേഖല. 2 വർഷം ഞാൻ ഡയറക്ട് സെല്ലിംഗ് ചെയ്തിട്ടാണ് 2017 ശേഷം ഞാൻ വീണ്ടും തിരിച്ചു പോകുന്നത്. അന്ന് ഒരു ഇതേപോലെ തന്നെ വളരെ ആവേശത്തോടു കൂടി ഏറ്റെടുത്തു. പിന്നെ അത് എന്ത് ചെയ്തു, ഏർണിങ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താ പറയാ, 2-3 ലക്ഷം രൂപക്ക് മുകളിൽ അന്ന് ചെയ്തിട്ടുണ്ട്, വരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ചെറിയ വരുമാനമല്ല. 2010, 2016, 2017 ആ നിയമം വന്ന ആ സമയത്ത് ഡയറക്ട് സെല്ലിംഗിലേക്ക് കയറാൻ കഴിഞ്ഞത് കൊണ്ട് എന്ത് ചെയ്തു, ഈ ഇൻഡസ്ട്രിയെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്, വിദേശത്തേക്ക് വീണ്ടും പോകുന്നത്. അപ്പം അതൊരു ക്രേസിന് ചെയ്തതാണ്. ഇതും ആകസ്മികമായി എത്തപ്പെട്ടതാണ്. ഇതിലേക്ക് വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ലീവിന് വന്ന സമയത്ത് എന്റെ സുഹൃത്ത് പവിത്രൻ സാർ ഇതിലുണ്ട്, ഇതിൽ കാണാം, എല്ലാ സൂമിലും ഉണ്ടാവും എന്റെ അപ്ലൈൻ. അദ്ദേഹം വീട്ടിൽ വന്ന് എന്നോട് ഒരു കാര്യം പറയാണ്, ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, നല്ലതാണ്, ഹിന്ദിയിലാണ് വീഡിയോസ്, ഒന്ന് കേട്ടു നോക്ക്. അന്ന് കൂടുതലായിട്ടൊന്നും പ്രൊമോഷൻ നടന്നിട്ടില്ലല്ലോ, 2 വർഷം മുന്നുള്ള കാര്യം. അപ്പൊ ഹിന്ദിയിലാണ് വീഡിയോസ് എന്നൊക്കെ പറഞ്ഞപ്പോ കുറെ കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കി. അപ്പൊ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഡ്രൈവർ ആയിരുന്നത് കൊണ്ട് ഒരുപാട് കാലത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഡ്രൈവിംഗിൽ അദ്ദേഹത്തിന്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കൂടപ്പുറപ്പായിരുന്നു ബാക്ക് പെയിൻ. അങ്ങനെ ആ ബാക്ക് പെയിൻ മാറാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചപ്പോ ആശ്വാസം കിട്ടിയെന്ന് പറഞ്ഞപ്പോ ഞാൻ മനസ്സിൽ പറഞ്ഞു, നടന്നു തന്നെ. കാരണം നമുക്കത് അങ്ങനെ ഒരു ചിന്തയില്ലല്ലോ. അങ്ങനെ പവിത്രേട്ടൻ, ഞാൻ പവിത്ര സാറിനല്ല വിളിക്കല്, പവിത്രേട്ടൻ വിളിക്കല്. അങ്ങനെ വെച്ചാല് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് ഞാൻ അതിനെ കുറിച്ച് പിന്നീട് ഇന്ത്യയിലുള്ള വീഡിയോസും നമ്മുടെ സാഗർ ജോഷി സാറിന്റെ വീഡിയോസ് ഉണ്ടല്ലോ, നമ്മുടെ കമ്പനി വീഡിയോ, ആ വീഡിയോസിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ മുഴുവൻ ഞങ്ങൾക്ക് കാര്യം കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും. എന്റെ ഒരു കുഴപ്പമാണ്. അങ്ങനെ അതിൽ അദ്ദേഹം പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, നിങ്ങൾ ആരും ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല. നമ്മൾ ഇത് മാഗ്നറ്റിക് ഫീൽഡിലാണെങ്കിൽ നമ്മുടെ ഓറയെ സ്ട്രെങ്തൻ ചെയ്യും. അതിന്റെ സയന്റിഫിക് ആയിട്ടുള്ള റിവ്യൂ നമ്മുടെ വീഡിയോയിലുണ്ട്. നിങ്ങൾ ഇത് കാണാത്തവരുണ്ടെങ്കിൽ ഇന്ന് കണ്ടാൽ മതി. അത് മാത്രമല്ല, നമ്മുടെ ശരീരത്തിലെ 7 ചക്രങ്ങളുടെ അലൈൻമെന്റ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, മാഗ്നറ്റിക് തെറാപ്പി സാധിക്കുക. അതാണ് കിടന്നുപോയ ആളുകളൊക്കെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത്. അല്ലാതെ ഈ പ്രൊഡക്റ്റ് കോശങ്ങൾ ആരോഗ്യം വെക്കുമ്പോഴല്ല, നിങ്ങൾ എനർജി ബാലൻസ് ചെയ്യപ്പെടുകയാണ്. അപ്പൊ എന്റെ ഫീൽഡ് അതായത് കൊണ്ട് എനിക്കത് പണ്ട് മുതലേ അറിയാവുന്നത് കൊണ്ടും ഞാനത് എന്ത് ചെയ്തു, പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ വേണ്ടി തീരുമാനിച്ചു. പക്ഷെ ഏതൊരു ഗൾഫുകാരനെ പോലെയും നമ്മള് ഉള്ളിൽ ആഗ്രഹമുണ്ട്, പക്ഷെ വാങ്ങിക്കൊടുക്കാൻ നിവൃത്തിയില്ലായിരുന്നു. ഞാൻ തിരിച്ചു പോകാൻ നിൽക്കുന്ന സമയമാണ്, എല്ലാം മുട്ടിയിട്ടുണ്ട്. നമ്മൾ തിരിച്ചു പോയപ്പോഴാ അങ്ങനെയാ, വീട്ടിൽ നിന്ന് എന്തെങ്കിലും പൊന്നൊക്കെ പണയം വെച്ച് ടിക്കറ്റ് എടുത്തിട്ടാ തിരിച്ചു പോലെ. ഗൾഫിലുള്ള ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതുകൊണ്ടൊക്കെ ചിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ ആ സമയത്ത് ഉള്ളിൽ എന്തുണ്ട്, എനിക്കൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കൊടുക്കണം. തൽക്കാലം ഇപ്പം രക്ഷയില്ല. പിന്നെ ആ പ്രൊഡക്റ്റ് കൊണ്ട് കളിക്കുന്ന ആരും ഈ നാട്ടിലില്ല. നമ്മുടെ ചന്ദ്രൻ മാഷ് മാത്രമേ ഉള്ളൂ ഈ നാട്ടിൽ എന്ത് ചെയ്യുന്നത്, ഈ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്ന ഒരാൾ. അദ്ദേഹം നല്ല ഭംഗിയായി ഏകദേശം എനിക്ക് തോന്നുന്നു ഈ ഏരിയയിലൊക്കെ പ്രൊഡക്റ്റ് അദ്ദേഹം റീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. 10 ലക്ഷം രൂപക്ക് മുകളിൽ അദ്ദേഹം അതിലൂടെ വരുമാനം വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ എന്റെ ഒരു സുഹൃത്തുണ്ട്, പയ്യോളി ബാലകൃഷ്ണൻ മാഷ് എന്ന് പറഞ്ഞ യോഗ ടീച്ചറാണ്. ഞാനും അദ്ദേഹം കൂടി ഒരു ദിവസം അദ്ദേഹത്തിന്റെ വീട്ടിൽ ഉച്ചക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ അദ്ദേഹം ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട്.
ബിസിനസ് ഒന്നും ചെയ്യുന്നില്ല, എന്നോട് ഇതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല. പക്ഷെ ആകസ്മികമായി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സോഫ സെറ്റിന്റെ അടിയിൽ നമ്മുടെ ഒരു കിറ്റ് കിടക്കുകയാണ്. അപ്പൊ ഞാൻ മാഷ ഇതെന്താ ഇങ്ങനെ കിറ്റ് എന്ന് ചോദിച്ചപ്പോ മാഷ് പറഞ്ഞു, ഇത് 2 ഞാൻ വാങ്ങിച്ചിട്ട് 1 വർഷമായി, ഞാനത് ഉപയോഗിക്കുന്നുണ്ട്, എനിക്ക് ഗുണമുണ്ട് എന്ന് പറഞ്ഞു. വെള്ളമൊക്കെ കുടിക്കുന്നത് ഇത് തന്നെയാണ്. പക്ഷെ എന്റെ വൈഫ് ടീച്ചർ ആയതുകൊണ്ട് അവർക്ക് ഇതിൽ വിശ്വാസമില്ല, അതുകൊണ്ട് അത് മാറ്റി വെച്ചതാണ്. അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്തേക്ക്, ആ പ്രൊഡക്റ്റ് എനിക്ക് തന്നേക്ക്, ടീച്ചർ ഉപയോഗിക്കുന്നില്ലെങ്കിൽ അതിന്റെ പൈസ ഞാൻ ഗൾഫിൽ തിരിച്ചതാണ്. അങ്ങനെയാണ് ഈ ബയോട്രത്തിന്റെ പ്രൊഡക്റ്റ് എന്റെ കയ്യിലേക്ക് കിട്ടുന്നത്. ആ പ്രൊഡക്റ്റ് ഞാൻ എടുത്ത് എന്റെ അമ്മക്ക് കൊടുത്തപ്പോ വീട്ടിൽ വന്നപ്പോ ഭയങ്കര പ്രശ്നമായിരുന്നു. എന്റെ അമ്മ ചീത്ത പറയുന്നു, എന്റെ വൈഫ് ചീത്ത പറയുന്നു, അനിയന്മാർ എന്നെ നോക്കി പരിഹസിക്കുന്നു. ഇവൻ ഇത്രയും എന്താ പറയാ എക്സ്പീരിയൻസ് ഉണ്ട്, വിവരമുണ്ട്, വിദ്യാഭ്യാസം ഉണ്ട്, ഭയങ്കര നാട്ടുകാർ നന്നാക്കാൻ നടക്കുന്ന ഒരു മനുഷ്യൻ പൊട്ടനായി പോയല്ലോ എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങളാണ്. എന്താ വെച്ചാല് എന്നെ പറ്റിച്ചു വളരെ വിദഗ്ധമായിട്ട് ആരോ ഒരാൾ. പവിത്രേട്ടനോട് എല്ലാവർക്കും ഭയങ്കര വെറുപ്പായി, കൊണ്ടുപോയിട്ട് എന്താ പറ്റിച്ചല്ലോ എന്നുള്ളത് പവിത്രേട്ടൻ തന്നെ പറയും ചിലപ്പോ. അങ്ങനെ പ്രൊഡക്റ്റ് ഞാൻ പറയാം എന്തെങ്കിലും ആവട്ടെ, ഇത് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയല്ല, ഗൾഫിലെത്തിന്റെ പൈസ കൊടുക്കണ്ടു, അമ്മ ഉപയോഗിച്ച് നോക്ക്. അങ്ങനെ പ്രൊഡക്റ്റ് കൊടുത്തപ്പോ 9ാമത്തെ ദിവസം അമ്മ പറഞ്ഞു, ഈ പ്രൊഡക്റ്റിന് എന്തോ ഒരു ഗുണമുണ്ട്, രാവിലെ കിച്ചണിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ബാക്ക് പെയിന്റെ വേദന ഇല്ലാന്ന്. ബാക്ക് പെയിൻ മാറി ഇഷ്ടംപോലെ ആളുകൾ ഇതിലുണ്ട്. ഞാൻ എന്തിനാ ഇത് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇനിയുള്ള സെഷനിൽ ഇതിനെ കൊണ്ട് ആവശ്യം വരും. അപ്പൊ അങ്ങനെ എന്ത് ചെയ്തെന്ന് വെച്ചാല് വേദന മാറിയപ്പോ എന്റെ വൈഫ് ഒരു ദിവസം മൈഗ്രെയിൻ വന്ന സമയത്ത് അവൾ തലക്കത് കെട്ടി ഒരു 20-25 മിനിറ്റ് കഴിഞ്ഞപ്പോ ആ മൈഗ്രെയിൻ മാറി. കഴിഞ്ഞ 10 വർഷം 9 വർഷം കഴിഞ്ഞ അന്ന് 9 വർഷമായിട്ട് ഞാൻ കാണുന്നുണ്ട് മൈഗ്രെയിൻ ഒക്കെ. അതേപോലെ ഡെലിവറിക്ക് ശേഷം ഒരു കൈ കംപ്ലീറ്റ് തെരുപ്പായി. ആ തെരുപ്പ് ഒരു 2 മാസം കൊണ്ട് അത് മാറി. കാരണം അപ്പോഴത്തേക്ക് ഇവർ രണ്ടുപേരും എന്നെക്കാൾ വിശ്വാസം പ്രൊഡക്റ്റിലായി മാറിയിരുന്നു ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നീട് ഞാൻ കഥ പറഞ്ഞിട്ടുണ്ട് കുറെ കാര്യങ്ങൾ, ട്രയലൊക്കെ അടിച്ചിട്ടുണ്ട്. അമ്മയെ കൂട്ടി ഞാൻ കുണ്ടൽപേട്ട വരെ പോയി വന്നിട്ടുണ്ട് കാറിൽ തിരിച്ചു വന്നിട്ട്. ഇത് തന്നെയാണോ അല്ലെങ്കിൽ തോന്നുന്നതാണോ? കാരണം പ്ലാസിബോ എഫക്റ്റ് ആണ്, ഒരു സൂഡോ സയൻസ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ വാദങ്ങളൊക്കെ മാഗ്നറ്റിക് തെറാപ്പിയിൽ അന്നേ ഉണ്ടായിരുന്നു, ഇന്നുണ്ട്. അപ്പൊ അത് നമുക്ക് ഫീൽ ചെയ്യണ്ടേ? അപ്പൊ അതവിടെ കഴിഞ്ഞപ്പോ പിന്നീട് അമ്മയ്ക്കും വൈഫിനും റിസൾട്ട് കിട്ടിയപ്പോ 2ാമതുള്ള പ്രൊഡക്റ്റ് ഒന്ന് പൈസ കൊടുത്ത് വാങ്ങിക്കൊടുക്കുന്നത് ഞാൻ പൈസ കൊടുത്തില്ല കേട്ടോ, എന്റെ അളിയനെ കൊണ്ട് പൈസ കൊടുത്ത് വാങ്ങിപ്പിച്ചത് അപ്പച്ചനാണ്. അപ്പൊ അപ്പച്ചന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു സൈഡ് സ്ട്രോക്ക് വന്നിട്ട് ബാലൻസ് പോയിട്ട് എപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അദ്ദേഹം ഒരു ഹോട്ടൽ നടത്തുന്ന വ്യക്തിയാണ്. അപ്പൊ അങ്ങനെ എന്ത് ചെയ്തെന്ന് വെച്ചാല് ഞാൻ പ്രൊഡക്റ്റ് വാങ്ങിക്കൊടുത്തു. അതിന്റെ മുന്നേ ഉള്ള കഥ, ഞാൻ ജൂൺ 1-ാം തീയതി വന്നതാണ്. ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നത് ആഗസ്റ്റ് മാസമാണ്. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് 3 മാസവും ഗൾഫിൽ നിന്ന് വന്നതുകൊണ്ട് നമ്മളാണല്ലോ നാട്ടിൽ തേരാപ്പര. അതുകൊണ്ട് തന്നെ എല്ലാ ശനിയാഴ്ചയും അച്ഛനെ കൂട്ടിയിട്ട് വടകര ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ന്യൂറോ സർജനെ കാണിച്ച് തിരിച്ചു കൊണ്ടുപോണ്ട ഡ്യൂട്ടി എനക്കെ. അപ്പൊ എങ്ങനെയാണെങ്കിലും 500 രൂപ എണ്ണ അടിച്ച് ശനിയാഴ്ചകളിൽ എന്തായിരിക്കണം വൈകുന്നേരം ഇതിനു വേണ്ടി മാറ്റിവെച്ച ദിവസങ്ങളെ ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കൊടുത്ത് ഈ നിമിഷം വരെ അപ്പച്ചനെ കൊണ്ട് ആ ഒരു ഹോസ്പിറ്റലിലേക്കോ ഡോക്ടറെ അടുത്തോ ഇന്നുവരെ പോയിട്ടില്ല. അത് മാത്രമല്ല, മുട്ടിന് സർജറി പറഞ്ഞ ആ വ്യക്തി കഴിഞ്ഞ വർഷം ശബരിമലയിൽ പോയി തിരിച്ചു വന്നു. സ്വന്തമായിട്ട് ഇപ്പൊ ഹോട്ടൽ നടത്തുന്നുണ്ട്, ഷട്ടർ വെക്കുന്നുണ്ട്, താത്തുന്നുണ്ട്, നടക്കുന്നുണ്ട്, പ്രശ്നങ്ങളൊന്നുമില്ല. ചെറിയ കുറച്ച് വേദനകൾ ഉണ്ടെന്നല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഇല്ല. അപ്പൊ ഈ 2 ബോട്ടിൽ റിസൾട്ട് കിട്ടിയപ്പോ ആകസ്മികമായി എനിക്ക് ഒരാളെ എന്ത് ചെയ്തു, ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തിക്കേണ്ട ഒരു ആവശ്യം വന്നു. നാദാപുരം പോലീസ് സ്റ്റേഷന് നേരെ മുന്നിലുള്ള വ്യക്തിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഭാഗങ്ങളിലുള്ള ആളുകൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും. അദ്ദേഹത്തിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ കിഡ്നിക്ക് എന്തോ ഒരു കംപ്ലൈന്റ് വന്നപ്പോ യൂറിൻ സ്റ്റോണിന് ട്രീറ്റ്മെന്റ് എടുത്തപ്പോ എന്ത് ചെയ്തു, കിഡ്നി ഡാമേജ് ആയിപ്പോയി. ശരീരം മൊത്തം നീരായിരുന്നു. എന്റെ കാറിന്റെ ഫ്രണ്ട് സീറ്റിലേക്ക് ഞാൻ വടകര സാറിന് ഹോസ്പിറ്റലിൽ നിന്നും എന്ത് ചെയ്തു, അദ്ദേഹത്തിനെ എടുത്തു എന്റെ കാറിന്റെ ഫ്രണ്ട് സീറ്റിലേക്ക് ഇരുത്തി അവരെ വീടിന്റെ മുന്നിൽ കൊണ്ടുപോയി ഇറക്കിയ സമയത്ത് എന്റെ സീറ്റിൽ മൊത്തം അദ്ദേഹത്തിന്റെ സ്കിന്നായിരുന്നു. കാരണം നീര് വെച്ചിട്ട് കുറെ മാസങ്ങളായിട്ട്. മെഡിക്കൽ കോളേജിലും വടകര സാറിന് ഹോസ്പിറ്റലിലും ട്രീറ്റ്മെന്റ് കഴിഞ്ഞ 10 മാസമായി നടക്കുന്നുണ്ട്. ഇദ്ദേഹം കിടപ്പിലായിരുന്നു. അദ്ദേഹം ഫുൾ ടൈം ബെഡ് റെസ്റ്റ് ആയിരുന്നു. ഒരു ഹോപ്പും ഇല്ലാത്ത രീതിയിലായിരുന്നു ഡോക്ടേഴ്സ് ഒക്കെ പറഞ്ഞത്. ഞാൻ അന്ന് തന്നെ ഇത് പവിത്ര സാറിനെ കൊണ്ടിട്ട് പ്രൊഡക്റ്റ് അവിടെ കൊടുത്തു. അവിടെ അമ്മക്ക് ബാക്ക് പെയിൻ ആയിരുന്നു അവർക്ക്, ഇദ്ദേഹത്തിന്. കാരണം വെച്ചാല് എനിക്കറിയാവുന്ന എന്റെ വൈഫിന്റെ ഫ്രണ്ടിന്റെ അച്ഛനാണ്. ആ ബന്ധത്തിലാണ് അന്ന് ആകസ്മികമായിട്ട് എന്റെ കാറിലേക്ക് കയറാൻ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ പ്രൊഡക്റ്റ് കൊടുത്തു, അവിടെ ഇട്ടു. ഇതിനെപ്പറ്റി കൂടുതലൊന്നും അറിയില്ല, എക്സ്പീരിയൻസ് ഞാൻ ഇതിനെപ്പറ്റി തിരിഞ്ഞു നോക്കിയിട്ടില്ല ആ സമയത്ത്. എന്റെ ഫസ്റ്റ് വന്ന വഴിയാണ് ഞാൻ പറയുന്നത്. അങ്ങനെ എന്ത് ചെയ്തെന്ന് വെച്ചാല് ഒക്ടോബർ 10-ാം തീയതിയാണ് ഞാൻ പ്രൊഡക്റ്റ് കൊടുക്കുന്നത്. ഞാൻ ഈ കമ്പനിയിലേക്ക് ജോയിൻ ചെയ്ത് 1 മാസം കഴിയുമ്പോൾ ഞാൻ നടത്തിയ ഒരു പരിപാടി എന്ന് വെച്ചാൽ എന്റെ നാട്ടിൽ പുറമേരി എന്ന് പറയുന്ന ആ ഗ്രാമത്തില് പഞ്ചായത്തിന്റെ കമ്മ്യൂണിറ്റി ഹാളിൽ ഏകദേശം 200ഓളം ആളുകളെ ക്ഷണിച്ച് ഞാനും പവിത്ര സാറും അടങ്ങുന്ന ബീന മേഡം, ലീന മേഡം ഇങ്ങനെയുള്ള ഒരു ടീം എന്ത് ചെയ്തു,
നാട്ടിലുള്ള എല്ലാ ആൾക്കാരെയും കത്തടിച്ച് ക്ഷണിച്ചിട്ട് ഒരു പ്രോഗ്രാം വെച്ചു. അതിൽ ഷാജി സാറിനെയും മനോജ് സാറിനെയും കൊണ്ടുവന്നതാണ്. ഏകദേശം 200-അടുത്തൊരു ഹോം മീറ്റിംഗ്, ഒരു വെൽനസ് പ്രോഗ്രാം നടത്തി. അത് ഇന്നും റെക്കോർഡാണ്. ഇതുവരെ നിങ്ങൾ ആർക്കും പേടിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ വെല്ലുവിളിക്കുകയാണ്, 200 കൂടുതൽ ആളുകളെ സംഘടിപ്പിച്ച് ഒറ്റക്കൊരു വെൽനസ് പ്രോഗ്രാം നടത്താൻ വേണ്ടി വെല്ലുവിളിക്കുകയാണ്. അതിന്റെ ഫോട്ടോസ് ഈ അടുത്ത കാലത്തൊക്കെ കാണാം ഗ്രൂപ്പിൽ. ഓക്കെ, അത് ആ റെക്കോർഡാണ്. അതിപ്പോഴും റെക്കോർഡായിട്ട് നിൽക്കുന്നുണ്ട്. അതിന് ഏറ്റവും വലിയൊരു എന്റെ മനസ്സിനെ തട്ടിയൊരു കാര്യം, അന്ന് എന്ത് ചെയ്തു, ഞാൻ 5 ദിവസം മുന്നേ പ്രൊഡക്റ്റ് കൊടുത്ത ആ വീട്ടിൽ ഞാൻ ക്ഷണിച്ചിരുന്നു. ആ അമ്മക്കും അവരുടെ മകൾക്കും ഈ ബിസിനസ് ഏറ്റെടുത്താൽ നല്ലതാണ്. നമ്മൾ ഉള്ളിലൊരു ബിസിനസ്സുകാരനുണ്ടാവുമല്ലോ, അങ്ങനെ ആ ബിസിനസ് ഏറ്റെടുത്ത് നല്ല ആ അമ്മയും കൂടി കൊണ്ടുവന്നിരുന്നു. പ്രോഗ്രാം കഴിഞ്ഞ് കുറെ ആളുകൾ, അത് 18 വർഷം കണ്ണ് കാണാതെ ചന്ദൻ മാഷ് പ്രൊഡക്റ്റ് കൊടുത്ത് കാഴ്ചശക്തി തിരിച്ചു കെട്ടി കളറൊക്കെ കണ്ടു തുടങ്ങിയ മനുഷ്യനുണ്ടായിരുന്നു. BP, ഷുഗറും കൊളസ്ട്രോളും നേരോടൊക്കെ മാറി കുറെ ആളുകളുണ്ടായി. ഞാൻ തെരഞ്ഞു പിടിച്ച് കൊണ്ടുവന്നാണ് എന്റെ നാട്ടുകാരെ ബോധിപ്പിക്കാൻ. ഞാനിത് പറയുമ്പോ എല്ലാവരും എന്നെ തമാശയാക്കുന്ന സമയത്ത് ഒരു എന്താ പറയാ, നമ്മളിപ്പം സ്വന്തം ജീവിതം അവനവൻ തന്നെ പറയാമെന്ന് കേൾക്കുമ്പോൾ ആളുകൾക്ക് ഒരു വിശ്വാസം ഉണ്ടാവുമല്ലോ. അതിനുവേണ്ടി ഉണ്ടാക്കിയ ഒരു പ്രോഗ്രാം അത്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ആ അത്രയും വിജയിച്ചത്. അങ്ങനെ എന്ത് ചെയ്തെന്ന് വെച്ചാല്, ഈ അമ്മ അവിടെ വന്ന് പറഞ്ഞു, 10 മാസത്തിന്റെ മുകളിലായിട്ട് പൂർണ്ണമായിട്ട് കിടന്നുപോയ എന്റെ ഭർത്താവ് 5-ാമത്തെ ദിവസം ആകുമ്പോഴേക്കും നീരൊക്കെ പോയി എന്ത് ചെയ്തു, കട്ടിലിരുന്നു. ഇന്ന് രാവിലെ എനിക്ക് കറിക്കുള്ള പച്ചക്കറികൾ അരിഞ്ഞിട്ട് തന്നു എന്ന് പറഞ്ഞ സമയത്ത് എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ഇത് കേട്ട പവിത്ര സാറിനോ എനക്കോ എന്റെ കൂടെ ഉണ്ടായിരുന്ന രാകേഷിനോ ഒന്നും വിശ്വസിക്കാൻ പറ്റിയില്ല. അപ്പൊ ഞങ്ങൾ വിചാരിച്ച് പിന്നെ ഞങ്ങളൊന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ചിലപ്പോൾ പറഞ്ഞതായിരിക്കും. അന്ന് രാത്രി അല്ല, അതിന്റെ പിറ്റേ ദിവസം രാത്രി എന്ത് ചെയ്തു, ഞാനും രാകേഷും കൂടി ആ വീട്ടിൽ പോയി ഒന്ന് കാണാൻ വേണ്ടിട്ട്. നമുക്ക് വിശ്വസിക്കണ്ടേ, അമ്മ അതിനൊരു പ്രൊഡക്റ്റ് ഉണ്ടോ ലൈഫില്? കാരണം മെഡിക്കൽ കോളേജിലാണ് ട്രീറ്റ്മെന്റ്. മെഡിക്കൽ കോളേജിൽ നിന്ന് റിട്ടേൺ മടിയൊക്കെ കേസാണ്. അങ്ങനെ എന്ത് ചെയ്തെന്ന് വെച്ചാല്, ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് അദ്ദേഹം സോഫ സെറ്റിൽ നിന്ന് TV കാണുന്ന. അത് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച റിസൾട്ടാണ്. അത് മാത്രമല്ല, ജന്മനാ സംസാരിക്കാൻ പറ്റാത്ത ഒരു മനുഷ്യനാണത്. അങ്ങനെ ഏകദേശം ഒരു 1.5 മാസം കഴിഞ്ഞപ്പോ ഞാൻ നാദാപുരം കനറ ബാങ്കിന്റെ CDMൽ ഇങ്ങനെ കേസ് ഇടുക. നമ്മുടെ കേസ് ഇട്ടാലും നമുക്ക് ഐഡിയ അടിക്കാൻ പറ്റും. അങ്ങനെ അതിന് വേണ്ടിട്ട് തന്നെയാണ് കേസ് ഇടാൻ പോയത്. അങ്ങനെ കേസ് ഇടുന്ന സമയത്ത് എന്നെ ബാക്കിൽ നിന്ന് ഒരാളിങ്ങനെ തട്ടി വിളിക്കാണ്. നോക്കുമ്പോ ഈ മനുഷ്യനാണ്. എന്നോട് പറഞ്ഞു അടിപൊളിയാണ്. ഞാനത് ഒരുപാട് പ്രാവശ്യം ഷെയർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് പവിത്ര സാറിന്റെ ഭാര്യയുടെ കെയർ ഓഫില് ഇവിടെ അടുത്ത് ഒരാൾക്കൊരു പ്രൊഡക്റ്റ്, 44 വയസ്സുള്ള ഒരു ലത്തീഫ് എന്ന് പറയുന്ന ഒരു വ്യക്തി, ഒമാനിലെ ബിസിനസ്സുകാരനാണ്, സ്വന്തമായിട്ട് ബിസിനസ് ഒക്കെ ഉണ്ട്. അദ്ദേഹത്തിന് ആമവാദവും സന്ധിവാദവും ഒരുമിച്ച് മനുഷ്യന് വന്നു. പോരാത്തതിന് കാലിന്റെ എല്ലില് ബോൺ TB ഡയഗ്നോസ് ചെയ്ത സമയത്ത് തിരുവനന്തപുരം കിംസിലായിരുന്നു ഒമാനിൽ നിന്ന് ആളുകൾ കയറ്റിവിട്ടത്. തിരുവനന്തപുരം കിംസിലെ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞു. അവർ റിട്ടേൺ ആക്കി. ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് TBയുടെ ഗുളിക എഴുതി കൊടുത്തു. മെഡിക്കൽ കോളേജിൽ മൈത്രയിലും ഇനി അത് കാണിക്കാത്ത ഒരു ഡോക്ടേഴ്സും ഇല്ല. ഞാൻ ഭക്ത സാറും പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഹാളിൽ ബെഡ്റൂമിൽ ഇങ്ങനെ മലന്ന് കിടക്കുവാണ്, കൈയൊക്കെ വളഞ്ഞ് കിടക്കുവാണ്. 7 കുട്ടികളുണ്ട് അദ്ദേഹത്തിന്, ചെറിയ മക്കള്. ഏറ്റവും മൂത്തമ്മ +1 ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയി സംസാരിച്ചപ്പോ പ്രൊഡക്റ്റ് അപ്പൊ തന്നെ അദ്ദേഹം വാങ്ങിച്ചു. കാരണം നമ്മൾ പലരും അങ്ങനെയാണല്ലോ, കിടക്കുന്ന ആൾക്കാർക്കാണല്ലോ പൊട്ടു കൊടുത്തത്. അതൊക്കെ ഞാൻ ആദ്യം പറഞ്ഞതൊക്കെ നിങ്ങൾ കണക്ട് ചെയ്തു. അപ്പൊ അങ്ങനെ ആ പ്രൊഡക്റ്റ് വാങ്ങുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിന്റെ വൈഫിനോട് പറഞ്ഞു, ഇതിൽ ആകെ ചെയ്യാൻ പറ്റുന്ന കാര്യം വെള്ളം കുടിപ്പിക്കുക എന്നുള്ളത്. ബാക്കി രണ്ടും നിങ്ങൾ ഒന്നും ചെയ്യണ്ട, കൈക്കോ കാലിനോ ഇത് കെട്ടിക്കോ. അദ്ദേഹം എണീറ്റ് നടക്കൂലല്ലോ, ഇതിലാണ് കിടക്കുന്നത്, വെള്ളം നിർബന്ധമായിട്ട് കൊടുക്കണം പറഞ്ഞു. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് ഫോളോ അപ്പിന് പോയപ്പോ എല്ലാം പെട്ടി മടക്കി വെച്ചിട്ട് മുകളിൽ വെച്ചിട്ട് അതിന് ചെറിയ മകൻ ഞങ്ങൾ കയറി വരുന്ന സമയത്ത് അത് വലിച്ച് താഴേക്ക് എടുക്കുന്നുണ്ട്. കാര്യങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞു വല്ലാത്ത അസ്വസ്ഥത, ഇത് കിടക്കുമ്പോൾ ഭയങ്കര ചൂടെടുക്കുക. അപ്പൊ അങ്ങനെ എന്ത് ചെയ്തെന്ന് വെച്ചാല് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയപ്പോ ഇത് വെള്ളം കുടിക്കാത്തതിന്റെ പ്രശ്നമാണെന്നുള്ളത് മനസ്സിലാക്കിയോണ്ട് വെള്ളം കുടിക്കുന്ന ബോട്ടിൽ നോക്കുമ്പോൾ അരിഷ്ടത്തിന്റെ ചെറിയ 400 മില്ലിയുടെ ബോട്ടിലാണ് ഒരു ദിവസം വെള്ളം കുടിക്കുന്നത്. കാരണം ഇദ്ദേഹത്തെ എടുത്ത് ബാത്റൂമിൽ കൊണ്ടുപോകാൻ പറ്റില്ല. കഴിഞ്ഞ 7 മാസമായിട്ട് അവർ അനുഭവിക്കുന്ന ഒരു ഇതാണ്. ഞാനും നിങ്ങളും കിടന്നു കഴിഞ്ഞാലും നമ്മുടെ ഫാമിലി ഓട്ടോമാറ്റിക്കായി എങ്ങനെയാവും, അതാണ് സാഹചര്യം. അങ്ങനെ അദ്ദേഹത്തിന്റെ വൈഫിനോട് പറഞ്ഞ കാര്യമില്ല. കാരണം വൈഫ് അന്നേരം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്ത് കൊടുത്താലും ഇക്കൊക്കെ നടക്കാൻ പറ്റില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്. അത് മനസ്സ് തറഞ്ഞു പോയതാണ്. അപ്പൊ എന്ത് ചെയ്തെന്ന് വെച്ചാല് അദ്ദേഹത്തിന്റെ +1 പഠിക്കുന്ന മകന്റെ അടുത്ത് വളരെ എന്താ പറയാ, കുറച്ച് ദേഷ്യത്തോടു കൂടിയും കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെട്ടപ്പോ അവൻ എന്ത് ചെയ്തു, ഉത്തരവാദിത്തം. അന്നൊരു വെക്കേഷൻ ആയിരുന്നു.
15 ദിവസം കൊണ്ട് ആ ബെഡിൽ കിടന്ന ആള് എണീറ്റ് കോലായിൽ വന്നിരിക്കാൻ തുടങ്ങി. 1.5 മാസം കഴിഞ്ഞപ്പോ അദ്ദേഹം എന്ത് ചെയ്തു? നടക്കാൻ തുടങ്ങി. കഴിഞ്ഞ വർഷത്തെ നോമ്പ് 30 അദ്ദേഹം എടുത്തിട്ടുണ്ട്. 2 വീലർ എടുത്ത് പുറത്തു പോകാൻ തുടങ്ങി. നോമ്പ് കഴിഞ്ഞ ഉടനെ അദ്ദേഹം തിരിച്ച് ഒമാനിലേക്ക് പോയി. ഈ നോമ്പിന് വീണ്ടും തിരിച്ചു വന്നു, വീണ്ടും തിരിച്ചുപോയി. ഒരു മെഡിക്കൽ സയൻസിനും എവിടെയും പോകാൻ പറ്റില്ല. അദ്ദേഹത്തിന് വീട്ടിലേക്കുള്ള മെഡിസിൻ വരുന്നത് കോഴിക്കോട് TB സെന്ററിൽ നിന്ന് തൂണേരി ബ്ലോക്കിലേക്ക് വന്ന് അവിടുന്ന് ഹെൽത്ത് ഓഫീസർമാർ എന്നുവെച്ചാൽ നമ്മുടെ ഹെൽത്തിന്റെ ആളുകൾ ഒരു ഗുളിക, ഒരു ടാബ്ലറ്റ് ആ വീട്ടിന്റെ കോലായിൽ വെച്ച് പോവുക. TB ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പേടിയാണ്, TB പകരുന്നുള്ളതുകൊണ്ട്. ഇത് ബോൺ TB ആണ്, അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ആ റിസൾട്ട് ഒക്കെ കിട്ടിയ ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഇതിനെ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഇതുവരെ ഞാൻ സംസാരിച്ചത് എന്റെ ജീവിത കഥയാണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു റിസൾട്ടുകൾ ഒരുപാട് പറയാനുണ്ട്, ഞാൻ അതൊന്നും പറഞ്ഞു പോകുന്നില്ല. ഇതിനിടയ്ക്ക് ഏകദേശം ഒരു 2-3 ഐഡിയയിലായിട്ട് 8-8 ലക്ഷം രൂപ 9 ലക്ഷം രൂപക്ക് അടുത്ത് ഈ കഴിഞ്ഞ 1.5 വർഷം കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ റിസൾട്ട് ഒക്കെ കിട്ടിയ ശേഷം വീണ്ടും കഴിഞ്ഞ സെപ്റ്റംബർ മാസം, കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ഞാൻ കമ്പനിയിലേക്ക് തിരിച്ചു പോയി എന്ത് ചെയ്തു, റിസൈൻ ചെയ്തിട്ടാണ് തിരിച്ചു വരുന്നത്. അപ്പൊ ഇപ്പൊ 100% ബയോട്ടോറിയാണ് ചെയ്യുന്നത്. അതൊരു ഭാഗത്ത്. ഇനി ഈ പറഞ്ഞ കഥ കേൾക്കുന്ന സമയത്ത് നിങ്ങളിൽ എനിക്ക് തോന്നുന്നു ഈ കയറിയിരിക്കുന്ന 178 ആളുകളിൽ 178 ആളുകൾ ഇത് കേട്ടിട്ടുണ്ടാവും. ചിലപ്പോ കേട്ടവരൊന്ന് എസ് അടിച്ച് കഴിഞ്ഞാൽ എനിക്ക് അടുത്ത സെഷനിലേക്ക് പോവാം. ഓക്കെ, കാരണം ഇത് ഞാൻ പറഞ്ഞത് ഒരു കഥയാണ്. ആ കഥ കേൾക്കാൻ എല്ലാവർക്കും താല്പര്യം ഉണ്ടാവും. എന്റെ സ്ക്രീന് കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. സാറ് സ്ക്രീന് കാണുന്നുണ്ടോ? ഓക്കെ. അപ്പൊ ഇതുവരെ കഴിഞ്ഞത് ഇൻട്രോ ആയിരുന്നു, ഇതിന്റെ റീൽസ് ആയിരുന്നു. ഇനി നമ്മൾ സെഷനിലേക്ക് പോകുമ്പോ ഒരു സെയിൽസ് ഭംഗിയായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സെയിൽസ്മാൻ എന്തൊക്കെ ക്വാളിറ്റി വേണമെന്നുള്ളതാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. നമ്മുടെ ഓർഗനൈസേഷൻ കേരള ബയോട്ടോറിയം കമ്മ്യൂണിറ്റി നിങ്ങൾ മുന്നിലേക്ക് വെക്കുന്ന ഈ ഒരു പ്രോഗ്രാമിന്റെ പേര് സെയിൽസ് ആക്സിലറേഷൻ പ്രോഗ്രാം എന്നാണ്. സെയിൽസ് കൂട്ടുക എന്നുള്ളതാണ്. സെയിൽസ് ആക്സിലറേറ്റ് ചെയ്യാന്ന് പറയുന്നു, സെയിൽസ് കൂട്ടുക. അതിന് എന്ത് കഴിവാ വേണ്ടെന്നൊക്കെ നിങ്ങൾ നിലവിലുള്ള ഇന്നത്തെ ഈ ക്ലോസിംഗ് സ്കില്ല് വെച്ചിട്ട് നിങ്ങളുടെ ഇന്നത്തെ ഒരു കപ്പാസിറ്റി എന്താണോ അതിന്റെ 10x ഗ്രോത്ത് കാണിക്കണം. നിങ്ങൾ എന്നെ കേൾക്കുന്ന ആളുകൾക്ക് സ്വയം ആത്മാർത്ഥം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഫീൽഡിലേക്ക് ഇറങ്ങണം, സെയിൽസ് എടുക്കണം. അത് ലീഡർ ആണെങ്കിലും ഡൗൺലൈൻ ആണെങ്കിലും. എന്തുകൊണ്ടാ വെച്ചാൽ എല്ലാ ട്രെയിനിങ്ങുകളും പറയുന്നത് ഒരു ലീഡർ ആണെങ്കിൽ വീക്കിലി 2 പേഴ്സണൽ സ്പോൺസറിങ്ങും വീക്കിലി 3-4 പേഴ്സണൽ സെയിലും എടുക്കണം. അതാണ് അതിന്റെ ഒരു ഡയറക്ട് സെല്ലിങ്ങിലുള്ള അതിന്റെ ഒരു രീതി. നിങ്ങൾക്ക് 10x ഇപ്പൊ നിലവിലുള്ള ഒരു സെയിലാണ് ഒരു ദിവസം എടുക്കുന്നതെങ്കിൽ 10 സെയിൽ എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, 10 ഇരട്ടി ഗ്രോത്ത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, 10 ഇരട്ടി വരുമാനം, ഇപ്പൊ കിട്ടിയതിന്റെ 10 ഇരട്ടി വരുമാനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 3 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഒന്ന്, അട്രാക്ട് ദ റൈറ്റ് ലീഡ്സ്. റൈറ്റ് ലീഡ്സ് എന്ന് പറഞ്ഞാൽ മറ്റുള്ള ആൾക്കാർ നിങ്ങൾക്ക് റെഫറൽ തരും. ആ റെഫറൽ എന്ത് ചെയ്യണം? അവിടെ പോയി കാണുക. ആ റെഫറൽ കിട്ടിയ ആളെ വിളിക്കുക, ടെക്നിക്കലി വിളിക്കുക പ്രോസ്പെക്ട് എന്നാ വിളിക്കുക. പ്രോസ്പെക്ട് അതിന് മലയാളം ആയിത്തീരാൻ പോകുന്നതാണ് പ്രോസ്പെക്ട്. ഇനി ആർക്കെങ്കിലും ആ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണ്ട, അത് കൺഫ്യൂഷൻ വെച്ചിരിക്കരുത്. പ്രോസ്പെക്ട് ഒരിക്കലും കസ്റ്റമർ അല്ല, കസ്റ്റമർ ആയി തീരാൻ പോകുന്ന വ്യക്തിയാണ് പ്രോസ്പെക്ട്. അപ്പൊ ആ പ്രോസ്പെക്ട് എന്ത് ചെയ്യാൻ പറ്റും? അട്രാക്ട് ചെയ്യാൻ പറ്റണം. പലരും സ്ട്രേഞ്ചറായ ആളുകള് യാത്രയിലൊക്കെ സംസാരിച്ചിട്ട് ഈ ബിസിനസ് ഏറ്റെടുത്ത ആളുകളുണ്ട്, എന്റെ മുന്നിൽ ഇരിക്കുന്നവരുണ്ട്. എന്തുകൊണ്ട്? അവർക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. രണ്ടാമത്തത് ബിൽഡ് ട്രസ്റ്റ് ഓതന്റിക്കലി. വളരെ സത്യസന്ധമായി എന്ത് ചെയ്യണം? നമുക്കൊരു ട്രസ്റ്റ്, വിശ്വാസം എന്ത് ചെയ്യാൻ പറ്റണം? ബിൽഡ് ചെയ്യാൻ പറ്റണം ആ വ്യക്തിയുമായിട്ട്. ഇത് 2 കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. 3, ക്ലോസ് കോൺഫിഡന്റ്ലി ആൻഡ് സ്കെയിൽ ഫാസ്റ്റ്. ഈ ക്ലോസിംഗിന്റെ എന്ത് ചെയ്യണം? സ്പീഡ് ഒന്ന് കൂട്ടണം. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ഈ ബിസിനസ് ഏറ്റെടുത്തു, പ്രൊഡക്റ്റിന്റെ റിസൾട്ട് കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വരുമാനം കിട്ടിയത് കൊണ്ടോ ഏറ്റെടുത്തു, പക്ഷെ നിങ്ങൾ ഇതിൽ പരാജയപ്പെടും. അതിനൊരൊറ്റ റീസണേ ഉള്ളൂ. യു വിൽ ഫെയിൽ ഫോർ ദ സിമ്പിൾ റീസൺ ദാറ്റ് യു ഡോണ്ട് ലേൺ ദ സെയിൽസ് സ്കിൽ നെസസറി ടു സക്സീഡ്. ഈ ബിസിനസ്സിൽ വിജയിക്കാൻ വേണ്ട സെയിൽസ് സ്കിൽ എന്ന് പറയുന്ന ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാത്തത് കൊണ്ട് നിങ്ങൾ പരാജയപ്പെടും. അപ്പോ ആളുകളെ മനസ്സിലെ അടുത്ത ചോദ്യം വരും, വിൽക്കാനാണോ ഞാൻ ഈ ഇൻഡസ്ട്രിയിലേക്ക് വന്നത്, അല്ലെ ബയോട്ടോർ ഏറ്റെടുത്തത്?
വിൽക്കാനാണ് വന്നത്. നിങ്ങൾ എന്ന് നിങ്ങളെ വിൽക്കുന്നോ അന്ന് മുതലാണ് നിങ്ങൾക്ക് റിക്രൂട്ട്മെന്റ് കിട്ടും. സെയിൽസ് ആണ് റിക്രൂട്ട്മെന്റും ജോയിനിങ് ഒക്കെ. ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്ന മാത്രമല്ല, ഒരു ഇന്റർവ്യൂ ബോർഡ് പോയി ഇരുന്ന് കഴിഞ്ഞിട്ട് സംസാരിച്ച് കഴിഞ്ഞ് ഇന്റർവ്യൂ ചെയ്യുന്ന ആളുകൾക്ക് നിങ്ങളോടൊരു മതിപ്പ് തോന്നുമ്പോഴാണ്, നിങ്ങൾക്ക് കഴിവും കപ്പാസിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കുമ്പോഴാണ് അവിടെ ജോലി കിട്ടുന്നത്. അത് സെയിൽസ് ആണ്. ഒരു കല്യാണ ചെക്കൻ പെണ്ണ് കാണാൻ വന്ന സമയത്ത് പരസ്പരം സംസാരിക്കുന്ന ആ ആദ്യത്തെ 4-5 വാക്കുകളാണ് ഒരു ലൈഫ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ മാർക്കറ്റിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾ കാണുന്ന വ്യക്തി, നിങ്ങൾ സംസാരിക്കുന്ന വ്യക്തിയോട് നിങ്ങൾ ആദ്യം പറയുന്ന 3-4 വാക്കുകൾ, ആ വാക്കുകളാണ് നിങ്ങളുടെ സെയിൽസ് ക്ലോസിംഗ് അല്ലെങ്കിൽ ജോയിനിങ്. ഒരുപാട് വളവള സംസാരിച്ചിട്ടൊന്നും കാര്യമില്ല. അതിന് സമയം കഴിഞ്ഞ് ആളുകൾക്ക് സമയമില്ലൊന്നും. വളരെ ഈസി ആയിട്ട് എങ്ങനെ സെയിൽസ് ക്ലോസ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ റിക്രൂട്ട്മെന്റ് നടക്കണമെങ്കിലും ജോയിനിങ് നടക്കണമെങ്കിലും സെയിൽസ് നടക്കണമെങ്കിലും നിങ്ങൾ വന്ന ഉടനെ ചിലപ്പം ക്രൈറ്റീരിയ സെറ്റ് ചെയ്ത ആളുകൾ ഉണ്ടാവും. 3-4 ഫാമിലി ബോണസ് ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരു കഥപ്പാണ്. പറയുമ്പോ എന്താ പറയുന്നത്, സെയിൽസ് നടക്കുന്നില്ല, ഫണ്ട് കിട്ടിയിരുന്നു ഇപ്പൊ കിട്ടുന്നില്ല, ആളുകൾ വാങ്ങുന്നില്ല. പിന്നെ ഇതിന്റെ നെഗറ്റീവാണ് ചിന്തിക്കുക. ഇതിന്റെ വില കൂടുതലാണ്, ഇതിന്റെ ആവശ്യമില്ല, അങ്ങനെ എങ്ങനെയൊക്കെ ചിന്തിക്കും. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് 5% സെയിൽസ് കമ്മിറ്റ്മെന്റ് പുറത്താണ് നടക്കുന്നത്. നിങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾക്കാണ് പ്രൊഡക്റ്റ് കൊടുത്തത്. കാരണം കമ്മിറ്റ്മെന്റ് ഉണ്ട് നിങ്ങളോട്, അതുകൊണ്ട് അവർ പ്രൊഡക്റ്റ് വാങ്ങി. ഇല്ലെങ്കിൽ നിങ്ങളുടെ റിസൾട്ടിന്റെ വിശ്വാസം കൊണ്ട് പ്രൊഡക്റ്റ് വാങ്ങിച്ചു. 10% ആളുകൾ പ്രസന്റേഷൻ, നിങ്ങൾ സംസാരിച്ച, നിങ്ങൾ അപ്ലൈ ലീഡർ സംസാരിച്ച, അല്ലെങ്കിൽ നിങ്ങൾ കൂട്ടിക്കൊണ്ടുപോയ വെൽനസ് ക്ലാസ്സുകളിലും ഇതിലൊക്കെ കണ്ട് സംസാരിച്ച ആ ഒരു പ്രസന്റേഷന്റെ പുറത്താണ് 10% ആളുകൾ സെയിൽസ് എടുക്കുന്നത്, സെയിൽസ് തന്നത് നിങ്ങൾക്ക്. ഈ 2 ഘട്ടവും നിങ്ങൾ ജോയിൻ ചെയ്ത് 90 ദിവസം ആകുമ്പോഴത്തേക്ക് തീരും, അല്ലെങ്കിൽ ഒരു 100 ദിവസം ആകുമ്പോഴത്തേക്ക് തീരും. പിന്നീട് നിങ്ങൾ എന്ത് ചെയ്യും? ലിസ്റ്റ് ഇടണം. അപ്ലൈ ലീഡർ പറയുമെങ്കിലും ലിസ്റ്റ് ഇടണമെങ്കിൽ തലച്ചോറിന്റെ ഉള്ളിൽ നിങ്ങൾ വേണ്ടേ, ആളുകൾ ഉണ്ടാവില്ല ലിസ്റ്റ് ഇടാൻ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? മെല്ലെ പഴയ പണിക്ക് പോകും. എന്നെ ഈ കേൾക്കുന്ന നിങ്ങൾ അങ്ങനെ പോകാതിരിക്കാനാണ് ഇന്നത്തെ ഈ ഒരു സെഷൻ. ഓക്കെ, എല്ലാവരും എന്റെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ഒരു യെസ് എന്നോ അല്ലെങ്കിൽ അയാമെന്നോ ടൈപ്പ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ എനിക്കൊരു സന്തോഷമാവും. ഓക്കെ, ഈ 15% സെയിലിന്റെ കാലം കഴിഞ്ഞാൽ പിന്നീട് എ സ്ട്രേഞ്ചർ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് എന്ന നിങ്ങളുടെ ടീമിലേക്ക് ലീഡ് വഴി എന്ത് ചെയ്യും? ആളുകൾ വന്നുകൊണ്ടിരിക്കണം. അതിനാണ് ട്രസ്റ്റബിലിറ്റി ആണെന്ന് പറയുന്നത് ആളുകൾക്ക്. അപ്പൊ 85% സെയിൽസ് റിക്രൂട്ട്മെന്റ് നടക്കുന്നത് എൻഗേജ്മെന്റ് സ്റ്റേജിലാണ്. നമ്മുടെ പ്രോസ്പെക്റ്റ് ആയിട്ടുള്ള എൻഗേജ്മെന്റ് സ്റ്റേജിലാണ്. ഇതിൽ കുറെ ഘടകങ്ങളുണ്ട്, അതിലേക്കൊന്നും ഞാൻ ഇപ്പൊ പോകുന്നില്ല. എൻഗേജ്മെന്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം. എന്ന് വെച്ചാല് ഗീതാ മാഡവും ഞാനും, ഗീതാ മാഡം എല്ലാ ദിവസവും കാണുന്നുണ്ട് അല്ലെ? ഞങ്ങൾക്ക് ഗീതാ മാഡത്തിന് ഒരുപാട് കാലത്തെ പരിചയമൊന്നുമില്ല, ഈ സൂമിൽ കയറിയ സമയത്ത് പരിചയം. പക്ഷെ അദ്ദേഹം രാവിലെ വന്ന് ഇരുന്ന് വീഡിയോ ഓൺ ആക്കിയിട്ട് ഹായ് ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പോൾ അവരാണ് ഈ സൂം ഓപ്പൺ ചെയ്തത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള എല്ലാ നന്ദി അറിയിക്കാം കേട്ടോ. അതൊരു ലീഡർഷിപ്പാണ്. നിങ്ങൾ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ. അതേ കഴിഞ്ഞ് തൊട്ടടുത്ത് സലീം സാറിന്, അദ്ദേഹത്തിന് വലിയ വിജയാശംസകൾ നേരെയാണ്. കാരണം സലീം സാറിന് എനിക്ക് വർഷങ്ങളായിട്ട് 2 വർഷത്തോളമായിട്ട് അറിയാം. അതൊരു ലീഡർഷിപ്പാണ്. രാവിലെ എണീറ്റ് വന്ന് വീഡിയോ ഓണാക്കി ഇരുന്ന് തന്റെ കൂടെയുള്ള ആളുകൾക്ക് ഒരു ഗുഡ് മോർണിംഗ് പറയണമെങ്കിൽ ആദ്യം എന്റെ മനസ്സിൽ ഇവര് എന്റെ സ്വന്തം എന്നുള്ളൊരു തോന്നൽ വരണം. അതെല്ലാ മനുഷ്യനും ആദ്യം ഉണ്ടാവില്ല. അതൊരു വലിയ ബ്ലസ്സഡ് പേഴ്സണാലിറ്റിയാണ്. അവര് ബാക്കിയുള്ള ആളുകൾ ഇരിക്കുന്നത് പോലെ ഇരിക്കുവാണെങ്കിൽ ഗീതാ മാഡത്തിന്റെ പേര് ഞാൻ ഇന്ന് ഇവിടെ എടുത്ത് പറയില്ല. ഈ ബിസിനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ട്രാൻസ്മിറ്ററിൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ എനർജി നിങ്ങൾ എന്ത് ചെയ്യണം? മറ്റുള്ളവരുടെ ബ്രെയിനിലേക്ക് കയറ്റിവിടണം. അതിന് NLP പ്രോഗ്രാമുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഏതെങ്കിലും ഒരു NLP പ്രോഗ്രാം നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. അറ്റ്ലീസ്റ്റ് ഒരു ലോ ഓഫ് അട്രാക്ഷൻ എങ്കിലും പോയിട്ട് അറ്റൻഡ് ചെയ്യണം, ഇതിൽ വിജയിക്കാൻ വേണ്ടിയിട്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പീപ്പിൾ ബൈ യുവർ എനർജി ഫസ്റ്റ് എന്നാണ്. നിങ്ങൾ എന്ത് എനർജി ആണോ പുറത്തേക്ക് വിടുന്നത്, ആ എനർജിയാണ് ആളുകൾ വാങ്ങുക. നിങ്ങൾ രാവിലെ തന്നെ ഇത് വാങ്ങുമോ ഇല്ലയോ എന്ന് വിചാരിച്ച് സംശയത്തോടു കൂടി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് സെയിൽസ് ക്ലോസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യണം? വളരെ പോസിറ്റീവായിട്ട് ഒരു യെസ് മൈൻഡോട് കൂടി, ഒരു മനസ്സിന്റെ ഉള്ളിൽ ഒരു റെഡിനെസ്സോട് കൂടി വണ്ടിയിൽ 5 പ്രൊഡക്റ്റ് എടുത്തിട്ടുണ്ട് 5 വിറ്റിട്ടേ വരൂ എന്നുള്ള ധാരണയിൽ വരണം. 5 വിൽക്കാൻ പറ്റിയില്ലെങ്കിൽ അവിടെ കിടന്നുറങ്ങിയിട്ട് വണ്ടി സൈഡാക്കിയിട്ട് പിറ്റേ ദിവസം അത് വിറ്റിട്ട് വേണം തിരിച്ചു വരാൻ. ആ ഒരു മൈൻഡ് സെറ്റിൽ വേണം ഫീൽഡിലേക്ക് ഇറങ്ങാൻ. അങ്ങനെ ഇറങ്ങുന്ന ആളുകളൊക്കെ പ്രൊഡക്റ്റ് വിറ്റിട്ടുണ്ട്. വിറ്റതൊന്നും അവര് ലിസ്റ്റ് എഴുതി പോയ കണ്ട ആളുകളെല്ലാം പ്രൊഡക്റ്റ് വാങ്ങിയത്
ഏതൊക്കെയോ ആളുകളാണ് പ്രൊഡക്റ്റ് വാങ്ങിയത്. നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചു നോക്കിയാൽ ആ അനുഭവമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് യെസ് എന്നുള്ളത് ചാറ്റ് ബോക്സിൽ നിന്ന് യെസ് എന്ന് ടൈപ്പ് ചെയ്ത് കിട്ടേ. കാരണം നമ്മൾ കുമാരേട്ടനെ കാണാൻ പോകുന്നു, പക്ഷെ വാങ്ങുന്നത് കണ്ണേട്ടനായിരിക്കും. സിമ്പിൾ. എന്തുകൊണ്ടാണ്? അപ്പൊ കുമാരൻ എന്ന് പറയുന്ന ആള് പറയും, എനിക്ക് തൽക്കാലം ഇപ്പൊ വേണ്ട, നീ ഒരു കാര്യം ചെയ്യ, എന്റെ ഒരു സുഹൃത്തുണ്ട് അവിടെ, അദ്ദേഹത്തിന് ഭയങ്കര മുട്ടുവേദനയാണ്, അതൊന്ന് കണ്ട് സംസാരിക്കുന്ന പറയുമ്പോ അദ്ദേഹം പെട്ടെന്ന് സെയിൽസ് എന്ത് ചെയ്യും, എടുക്കും. കാരണം റെഫർ ചെയ്താരാണ്? കുമാരനാണ്. ഈ കുമാരന് ഈ മിനീഷിനെ വിശ്വാസമില്ല. പക്ഷെ ഈ കണ്ണൻ എന്ന് പറയുന്ന ആൾക്ക് മിനീഷിന് വിശ്വാസമില്ല, ഈ ബയോട്ടർക്ക് വിശ്വാസമില്ല, ഈ ബയോട്ടത്തിന്റെ പ്രൊഡക്റ്റിലും വിശ്വാസമില്ല. ആദ്യമായിട്ട് കേൾക്കുവാണ് ജീവിതത്തിൽ. എന്നാലും അദ്ദേഹം പ്രൊഡക്റ്റ് വാങ്ങി. എന്തുകൊണ്ടെന്ന് വെച്ചാൽ എന്റെ അടുത്ത് ആളെ വിട്ടത് കുമാരനാണ്. ഞാൻ കുമാരനും കണ്ണനൊക്കെ പറയുന്നത് നാട്ടിൽ സർവ്വസാധാരണമായി കാണുന്ന പേരായതുകൊണ്ട്. അപ്പൊ ആ പ്രൊഡക്റ്റ് എന്ത് ചെയ്തു? അവർക്കുള്ള വിശ്വാസമാണ്. അവർക്കുള്ള വിശ്വാസം എങ്ങനെ ഉണ്ടായത്? ഇവർ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. ഈ കണക്ഷൻ നമുക്ക് നമ്മുടെ കസ്റ്റമറായിട്ടും പ്രോസ്പെക്റ്റായിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. ആ പറ്റുന്ന സമയത്താണ് ഒരു ന്യൂറോ പാത്വേ എന്ന് പറയുന്നത്, അതിന് ഒരു ബ്രെയിനിൽ എന്തുണ്ടാവും, ഒരു വഴി തെളിയും ഓട്ടോമാറ്റിക്കായിട്ട്. സിമ്പിൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ആ സമയത്ത് നമ്മൾ എന്ത് പറയുന്നു അതൊക്കെ അവര് അപ്പടി വീഴുമോ. ഓക്കെ, അതിന് കുറെ ടെക്നിക്കുകൾ ഉണ്ട്. ഈ ഉദാഹരണം പറഞ്ഞത് ലോകത്തില് ഏറ്റവും നല്ല സെയിൽസിന്റെ ട്രെയിനർമാരായ ആളുകളൊക്കെയും പഠിപ്പിക്കുന്ന ഒരു കാര്യം, സെയിൽസ് ഈസ് ക്ലോസ്ഡ് ഈവൻ ബിഫോർ യു ഷെയർ യുവർ പ്രൊഡക്റ്റ് പ്ലാൻ. നിങ്ങൾ പ്രൊഡക്റ്റും പ്ലാനും പറയുന്നതിന് മുന്നേ ഒരാൾ സെയിലിൽ ക്ലോസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞതാണ്. നിങ്ങൾ ആദ്യം പറയുന്ന 4 വാക്കുകളാണ്. ആദ്യം പറയുന്ന 4 വാക്ക്, ഞാനൊരു പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ച് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ നേരത്തെ കഥ പറഞ്ഞതുപോലെ പറയുന്ന സമയത്ത് അവർ റിലേറ്റ് ചെയ്യും. ആ റിലേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? അവരപ്പം തീരുമാനിക്കും. പക്ഷെ നമ്മൾ ഏറ്റവും വലിയ പരാജയം, അവര് പ്രൊഡക്റ്റ് വാങ്ങാൻ തീരുമാനിച്ചു എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് പറ്റാറില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമുക്ക് പൈസക്ക് ചോദിക്കാൻ മടി വരുന്നത്. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു സെയിൽസ് ക്ലോസിംഗ് അല്ലെങ്കിൽ ജോയിനിങ് നടക്കുന്നത് നിങ്ങൾ ആദ്യം സംസാരിക്കുന്ന 4-5 വാക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും എപ്പോഴും സംഭവിക്കുക. അപ്പോഴാണ് അവർക്ക് നിങ്ങളോട് ഇഷ്ടം തോന്നാൻ വേണ്ടിയിട്ടാണ് ബാക്കി റാപ്പോ ക്രിയേറ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനാണ്. അതാണ് സെയിൽസ് ക്ലോസിംഗിന്റെ ഫസ്റ്റ് ഘട്ടം. നിങ്ങൾ എത്ര എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിനൊന്നും ആരും നിങ്ങളെ വിളിച്ചിട്ട് ഷാൾട്ട് തരൂല്ല. നിങ്ങൾ കഴുത്തിലേക്ക് എന്ത് ചെയ്യില്ല, നമ്മളെ ഗോൾഡ് കോയിൻ ഇട്ട് തരില്ല. നിങ്ങൾ എത്രത്തോളം സെയിൽസും ജോയിനിങ്ങും നടത്തുന്നു അതിനെ മാത്രമേ അവാർഡ് ചെയ്യപ്പെടൂ. ശരിയല്ലേ? രാവിലെ മുതൽ വൈകുന്നേരം വരെ ബയോട്ടോറിയം ചെയ്യുന്നവരെ നടന്നിട്ട് ഒരു കാര്യമില്ല. ഈ പണി നിർത്തിയിട്ട് വേറെ എന്തെങ്കിലും പണിക്ക് പോയാൽ മതി. കാരണം കടല വിൽക്കാൻ പോയി കഴിഞ്ഞാൽ ദിവസം 1000 രൂപ കിട്ടും ഇപ്പൊ. ശരിയല്ലേ? രാവിലെ തന്നെ നെഗറ്റീവ് ആക്കെന്ന് വിചാരിക്കണ്ട. കാരണം നിങ്ങൾ അവനവനോട് ആലോചിച്ച് നോക്കുക, എന്തിനായിരുന്നു ഈ ബിസിനസ് ഏറ്റെടുത്തത്? ഈ ബിസിനസ് ഏറ്റെടുത്തത് ഇതിൽ പല ആൾക്കാർ ഈ ബിസിനസ് ഏറ്റെടുത്ത് എന്തിനാ വെച്ചാൽ വേറെ ആരെങ്കിലും ബിസിനസ് കൊണ്ടുവരും, എന്നിട്ട് അതിന്റെ കമ്മീഷൻ അടിക്കാന്നുള്ള രീതിയിൽ ഏറ്റെടുത്ത കുറെ ആളുകളുണ്ട്. കാരണം ഇവർക്ക് പണ്ട് ഏതോ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്ത് പരിചയമുണ്ട്. അപ്പൊ ആ ഒരു സ്വഭാവം വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് കയറി വരും. ഇതിവിടെ വിലപ്പോവില്ല. കാരണം എന്തുകൊണ്ടാ? ഇവിടെ 500 രൂപയുടെ 1000 രൂപയുടെ സാധനം ഇല്ല. ഇവിടെ 9800, 16500, 10700, 19300 ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇവര് വിചാരിച്ച പോലെ എന്ത് ചെയ്യാൻ പറ്റില്ല. കുറെ ആളെ അടിമകളാക്കി പണിയെടുപ്പിച്ചിട്ട് ഇവിടുന്ന് വിജയിക്കാൻ പറ്റില്ല. ആ തിരിച്ചറിവുണ്ടാണ് ലീഡേഴ്സിന്. ഇവിടെ ഇത് പ്യുവർ സ്നേഹത്തിന്റെയും ഇമോഷന്റെയും ഹാർഡ് വർക്കിന്റെയും സ്മാർട്ട് വർക്കിന്റെയും ഒക്കെ ഒരു കമ്പനിയാണ് ഈ ബയോട്ടോറിയം. ഈ ബയോട്ടോറിയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ബയോട്ടോറിയം ആയിട്ട് മാറണം ആദ്യം മനസ്സുകൊണ്ട്. അപ്പോഴേ നമുക്ക് വിജയിക്കാൻ പറ്റും. അതിന് കുറച്ച് സമയം എടുക്കും. എല്ലാവരും മനോജ് സാറിനെ പോലെ 10 മാസം കൊണ്ട് കോടിയൊന്നും വാങ്ങൂല. കാലം മാറി. അപ്പോ നമ്മൾ എന്ത് ചെയ്യാം? നമ്മളൊരു സ്റ്റെപ്പ് മനസ്സുകൊണ്ട് ഉയരണം. പീപ്പിൾ ബൈ ഫ്രം ഹൂം ദേ ലൈക്ക് ആൻഡ് ട്രസ്റ്റ്. ആളുകൾ പ്രൊഡക്റ്റുകൾ വാങ്ങുകയും ജോയിൻ ചെയ്യുന്നത് അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിശ്വാസമുള്ള ആളുകൾക്കായിരിക്കും. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ആ ഇഷ്ടം ഉണ്ടാക്കി എടുക്കലാണ് നമ്മുടെ പണി. ഓക്കെ, നിങ്ങൾ വിൽക്കുന്നത് ഒരു പ്രൊഡക്റ്റ് അല്ല എന്നുള്ള ബോധം വേണം. ആ പ്രൊഡക്റ്റിന്റെ റിസൾട്ടാണ് നിങ്ങൾ വിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കഥകളിലൊക്കെ എന്തുണ്ടായിരുന്നു? അത് സത്യസന്ധമായ കാര്യങ്ങളാണ് ഞാൻ സംസാരിച്ചത്, ഒരു കള്ളമല്ല. പക്ഷെ അത് കഥാരൂപത്തിലാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. ആ സംസാരിക്കുന്ന സമയത്ത് അവരുടെ മനസ്സിലേക്ക് നിങ്ങൾക്ക് കയറി പറ്റാൻ വേണ്ടി സാധിക്കും. ഈ പ്രൊഡക്റ്റിന്റെ റിസൾട്ടാണ് അവർ ക്യാച്ച് ചെയ്യുക. ലോകത്തിൽ എന്ത് പ്രൊഡക്റ്റ് വിറ്റിട്ടുണ്ടെങ്കിൽ ഒരു മാരുതി കാർ വാങ്ങുന്നത് ആ കാറ് കൊണ്ട് ആ കുടുംബത്തിലുള്ള ഗുണം ഉള്ളത് കൊണ്ടാണ്. റിസൾട്ടാണ് ആ കാറിന്റെ റിസൾട്ട്. ഒരു പോളിസി എടുക്കുന്നത് ആ പോളിസി തരുന്ന റിസൾട്ടാണ്. ഒരു 20 രൂപയുടെ വെള്ളം വാങ്ങുന്നത് ആ വെള്ളം നിങ്ങൾ കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന റിസൾട്ടാണ്. അതിനാണ് ആ പ്രൊഡക്റ്റ് വാങ്ങുന്നത്, അല്ലെ? ഒരു ചായ കുടിക്കുന്നത്. അപ്പൊ എന്ത് പ്രൊഡക്റ്റും
വിൽക്കുന്നതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഇതിന്റെ റിസൾട്ട് കൺവിൻസ് ചെയ്യാൻ പറ്റണം ഒരു വ്യക്തിയെ. നിങ്ങൾക്ക് ആളുകളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അതേപോലെ തന്നെ അവരുടെ അവസ്ഥ മനസ്സിലാക്കിയെടുക്കാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം, ഒരു കൺസൾട്ടന്റ് ആയിരിക്കണം. ഒരു സെല്ലറായിട്ട് മാറി നിങ്ങൾ ഒരിക്കലും ഒരാളെ അപ്രോച്ച് ചെയ്യരുത്. നല്ല ബന്ധങ്ങൾ കീപ്പ് ചെയ്യുക. ഒരു വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ബാക്കി എല്ലാ ട്രെയിനിങ്ങിലും എല്ലാവരും പറഞ്ഞ കാര്യങ്ങളാണ്, അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. ആ ഒരു ഏരിയ ഒന്ന് പരിശോധിക്കുക, അവരെ ഒന്ന് പരിശോധിക്കുക, ഡോക്ടർ ചെയ്യുന്ന പോലെ തന്നെ അങ്ങനെ പരിശോധിക്കുക. തൊട്ടു നോക്കി പരിശോധിക്കാനല്ല, അവരോട് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് അവരെ എക്സാമിൻ ചെയ്യാൻ പറ്റും. അവരവരുടെ സാമ്പത്തിക പ്രശ്നങ്ങളും ശാരീരിക പ്രശ്നങ്ങളും നമ്മളെടുത്ത് ഈവൻ പൈൽസ് പോലും തുറന്നു പറയുന്ന തരത്തിലേക്ക് അവരുമായിട്ടൊരു ബോണ്ടേജ് ഉണ്ടാക്കണം, ഒരു ബന്ധം. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഡയഗ്നോസ് ചെയ്യും അവരെ. ഡോക്ടർ ചെയ്യുന്ന ഡയഗ്നോസ് ആണ് അല്ലെ. തലകറങ്ങുന്നെന്ന് പറയുന്ന സമയത്ത് അവർ BP ചെക്ക് ചെയ്യുന്ന ECG എടുക്കുന്നുണ്ടെങ്കിൽ അതിനാണ് ഡയഗ്നോസ് അറിയാം. നമ്മൾ അതേപോലെ സംസാരത്തിലൂടെ അവരെ ഡയഗ്നോസ് ചെയ്യാം. ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പ്രിസ്ക്രിപ്ഷൻ കൊടുക്കേണ്ടത്. അവർക്ക് ശാരീരികമായ അസ്വസ്ഥയാണെങ്കിൽ ഒരു പ്രൊഡക്റ്റ് അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക. അവർക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുക, പ്രൊജക്റ്റും പ്ലാനും കൊടുക്കുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ട പണി. നമ്മൾ നേരെ തിരിച്ചാണ് എല്ലാവർക്കും പ്രൊട്ടക്റ്റാ കൊടുക്കുന്നത്. സാധാരണ ഇപ്പൊ നമ്മുടെ നാട്ടില് എന്ത് ചെയ്യുന്നുണ്ട്, ആളുകള് ഗവൺമെന്റ് ഹോസ്പിറ്റലിലും മെഡിക്കൽ കോളേജിലും ഒക്കെ കഷ്ടപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ 10,000 പൊട്ട് വാങ്ങുമെന്ന് പറയുന്നതിന് പകരം ആ വീട്ടിലുള്ള ആളുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ഒരു പ്രൊജക്ട് ഉണ്ട്, ഇത് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പൊ തൽക്കാലം ജോലിക്കൊന്നും പോകാതെ അച്ഛനമ്മനെ നോക്കുന്ന മക്കളുണ്ടാവും. അവരുടെ അടുത്തൊക്കെ പോയിട്ട് പ്രൊജക്റ്റ് ആണ് പറയേണ്ടത്, ഒരു ഓപ്പർച്യൂണിറ്റി ആണ് പറയേണ്ടത്. ഓപ്പർച്യൂണിറ്റി പറഞ്ഞു കൊടുക്കുക. അവിടെയാണ് ഒരു ലീഡർ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ആ ഓപ്പർച്യൂണിറ്റി പറഞ്ഞ് അവരെന്ത് ചെയ്യാം, നമ്മളെ കൂടെ നിർത്താൻ പഠിക്കണം. അപ്പൊ ഇപ്പം ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് മെഡിക്കൽ കോളേജിലും ഗവൺമെന്റ് ഹോസ്പിറ്റലാണെങ്കിൽ 6 മാസം കൊണ്ട് ഏറ്റവും നല്ല ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റണം. ഹോസ്പിറ്റലിൽ വേണ്ട എന്നുള്ള അഭിപ്രായം എനിക്കില്ല. അങ്ങനെ ആരെങ്കിലും നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ തെറ്റായ ധാരണയാണ്. ഇന്ന് ഇവിടെയുള്ള ലോകത്തുള്ള എല്ലാ ഡോക്ടേഴ്സും ചെയ്യുന്നത് ഒരു അമേസിംഗ് ആയിട്ടുള്ള പ്രൊഫഷൻ ആണ്. അത് അവര് ഇപ്പൊ ചെയ്യുന്നുണ്ട്. അതിന് കുറെ ഘടകങ്ങൾ നെഗറ്റീവ് പോസിറ്റീവ് എല്ലാ മേഖലയിലും ഉണ്ടാവും, ബയോട്രിത്തിലുണ്ടാവും. അപ്പൊ ആ വണ്ടർഫുൾ ആയിട്ട് നല്ല ഡോക്ടർമാരുടെ അടുത്ത് ട്രീറ്റ്മെന്റിന് കൊണ്ടുപോകണമെങ്കിൽ കയ്യിൽ പൈസ വേണം. ആ ഒരു ആവശ്യം നീഡ് അവർക്ക് എന്ത് ചെയ്യണം, മനസ്സിലേക്ക് ഇട്ടുകൊടുക്കാൻ പറ്റിയ ആ വ്യക്തികൾ നിങ്ങളെ കൂടെ എന്നും ഉണ്ടാവും. ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. ആ ബിസിനസ് ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ അച്ഛനും അമ്മക്കോ അല്ലെങ്കിൽ കുടുംബക്കാർക്കൊക്കെ ഈ പ്രൊഡക്റ്റ് വാങ്ങി കൊടുത്തോളൂ. പിന്നെ നിങ്ങൾ അതിന് മെനക്കെടണ്ട. നിങ്ങൾക്ക് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഒരു ആഗ്രഹം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയാൽ മതി. ഓക്കെ. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇത് ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ടോപ്പിക്ക്, ഒരു സെയിൽസ്മാന് വേണ്ട ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് കഥ പറയാൻ പഠിക്കണം എന്നുള്ളതാണ്. സത്യസന്ധമായി കഥ പറയാൻ ആർക്കൊക്കെ സാധിക്കുമോ ആ സാധിക്കുന്ന ഈ പ്രസന്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നിങ്ങൾ ഉണ്ടാക്കിയെടുത്തോ, നിങ്ങൾ ലോകത്തിലെ ഏറ്റവും മികച്ച സെയിൽസ്മാൻ ആയിരിക്കും. ആ കഥയിലൂടെ എന്തൊക്കെ സംഭവിക്കുന്ന വെച്ചാൽ, ഒരു കഥ കേൾക്കാൻ വേണ്ടിയിട്ട് 99% ആളുകൾക്ക് 100% ആളുകൾക്ക് ഇഷ്ടമായിരിക്കും. അതാണ് അതിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി. അപ്പൊ നിങ്ങൾ പറയുന്ന കഥ കേൾക്കാൻ എന്ത് ചെയ്യും, ആളുകൾ നിങ്ങളെ തേടി നിങ്ങളുടെ അടുത്ത് വരും. നിങ്ങൾ നന്നായിട്ട് സത്യസന്ധമായിട്ടാണ് കഥ പറയുന്നത്. ഞാൻ രാവിലെ ഇപ്പോ ഒരു അരമണിക്കൂർ 20 മിനിറ്റ് എടുത്ത് പറഞ്ഞ കഥ എന്റെ ജീവിത കഥയാണ്. അത് റിയാലിറ്റിയാണ്. അത് ഞാൻ മരിക്കാൻ പോകുന്നതിന്റെ ഒരു സെക്കൻഡ് മുന്നേ വന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാലും അതിന് ഒരു ഉത്തരം ഉണ്ട്. എന്തുകൊണ്ടാണ്? അത് സത്യമാണ്. നിങ്ങൾ കള്ളം പറയരുത്. കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിനിന് എന്ത് ചെയ്യും, കൺഫ്യൂഷൻസ് ഉണ്ടാവും. നിങ്ങൾ മരിക്കുന്നത് വരെ നിങ്ങൾ പറഞ്ഞ കള്ളം ഓർമ്മിച്ച് വെക്കണം. അത് വലിയ ബേർഡനാണ്. നമുക്ക് അൽഷിമേഴ്സ് വരാനും നമുക്ക് പാർക്കിൻസൺസ് വരാനും നമുക്ക് മറ്റുള്ള പലതരം മാനസിക പ്രശ്നങ്ങൾ വരാനും കള്ളം പറയുമ്പോൾ എന്ത് ചെയ്യും, സാധ്യത മാത്രമല്ല 100% അങ്ങനെ ആയിത്തീരുന്നതാണ്. അതിപ്പോ ഏറ്റവും മോസ്റ്റ് മോഡേൺ എല്ലാ ന്യൂറോ സയൻസും ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൂവ് ചെയ്തിട്ടുണ്ട്. കാരണം നിങ്ങൾ കള്ളം പറയുന്ന സമയത്ത് നിങ്ങളുടെ ഹൃദയവും ബ്രെയിൻ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ കൊളാപ്സ് ആകും. അപ്പൊ എന്ത് സംഭവിക്കും, നിങ്ങൾ രോഗിയായി മാറും. നിങ്ങളുടെ 55-60 വയസ്സിൽ മരിച്ചു പോകും. അതാണ് സംഭവം. അത് ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ ഇതിനെ തെറ്റായിട്ട് എടുക്കണ്ട. കാരണം വെച്ചാൽ അത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് എല്ലാ വേദഗ്രന്ഥങ്ങളിലും കള്ളം പറയാൻ പാടില്ല, സത്യം മാത്രം പറയാവൂ എന്ന് പറയുന്നത്. അവര് അത് അറിയാവുന്നതുകൊണ്ടാണ്. അതിലേക്കാണ് എല്ലാ സയൻസ് പോകുന്നതും അതിലേക്കാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പൊ നമ്മൾ ഈ കഥ പറയുന്ന സമയത്ത് നമ്മൾ മുന്നിലിരിക്കുന്ന ആളുകൾക്ക് എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാല്, സ്റ്റോറി ടെല്ലിംഗ് ചേഞ്ചസ് യുവർ ബ്രെയിൻ, ന്യൂറോ സയൻസ് ആൻഡ് ന്യൂറൽ കെമിസ്ട്രി. When you hear a good story, your whole brain lights up. നിങ്ങളൊരു നല്ല കഥ കേൾക്കുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ ടോട്ടൽ കത്തും. ഒരു ബൾബ് കത്തുമെന്ന് അറിയില്ലേ, അതുപോലെ കത്തും. അപ്പൊ എന്ത് സംഭവിക്കുന്ന അറിയോ, ഓക്സിറ്റോസിൻ ഉത്പാദിപ്പിക്കപ്പെടും. ബോണ്ടിങ് ഹോർമോൺ ആണ്.
ഒരാൾക്ക് വേറൊരാളോട് ഇഷ്ടം തോന്നണമെങ്കിൽ ഓക്സിറ്റോസിൻ എൻഹാൻസ് ചെയ്യപ്പെടും. എപ്പോഴാണ് ആളുകൾ പ്രേമിക്കുന്നതും പ്രണയിക്കുന്നതും ഒക്കെ ഇഷ്ടം തോന്നുന്നത് അപ്പോഴാണ്. ഞാൻ ഈ കഥ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നോട് നിങ്ങൾക്ക് ഒരു ഇഷ്ടം തോന്നും. അത് ഓക്സിറ്റോക്സിൻ എന്ന ഹോർമോൺ ഉത്പാദിപ്പിക്കുന്നത്. ഓക്സിറ്റോസിൻ റിസൾട്ട് കെയറിംഗ്, ഇൻക്രീസ്ഡ് എമ്പതി, ട്രസ്റ്റ് ആൻഡ് യു ഫീൽ മോർ ഹ്യൂമൻ. ഒരാൾക്ക് മറ്റൊരാളോട് വിശ്വാസം തോന്നാനും ഹ്യൂമാനിറ്റി എന്ത് ചെയ്യാനും കൂടാനും, അതേപോലെ തന്നെ എമ്പതി, അവൻ വന്നതല്ലേ എന്തായാലും അന്ന് വാങ്ങിച്ചു കളയാൻ തോന്നിയിട്ട് കുറെ ആൾ പൊട്ട് വാങ്ങിയില്ലേ, അത് എന്തുകൊണ്ടായിരുന്നു അറിയോ? അവർ ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞ ഹോർമോൺ എൻഹാൻസ് ചെയ്തുകൊണ്ടായിരുന്നു. നിങ്ങൾ പറഞ്ഞ ഏതോ സംസാരത്തിൽ അവർക്ക് എന്തുണ്ടായിരുന്നു? ആ ഹോർമോൺ എൻഹാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത് ഞാൻ പറയുന്നത്. ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ഒക്കെ സംസാരിക്കാം കേട്ടോ. രണ്ടാമത്തെ എൻഡോഫിൻ ആണ്. എൻഡോഫിൻ എന്ന് പറഞ്ഞ ഹോർമോൺ എന്ത് ചെയ്യും? റിലീസ് ഫ്രം ലാഫർ ഓർ ഹാപ്പി മൂവ്മെന്റ്സ്. നമുക്ക് ചിരിക്കാനും സന്തോഷിക്കാനും കഴിയണമെങ്കിൽ എൻഡോർഫിൻ വേണം, ആ ഹോർമോൺ. ആ ഹോർമോൺ എന്ത് ചെയ്യും? നിങ്ങളൊരു കഥ കേൾക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? അത് എൻഹാൻസ് ചെയ്യും. രണ്ടാമത്തെ എൻഡോർഫിൻ കോമിക് റിലീഫ്, റിസൾട്ട് റിലീവ്സ് പെയിൻ ആൻഡ് സ്ട്രെസ്. വേദനകളും സ്ട്രെസ്സും മാറ്റാൻ വേണ്ടി എൻഡോർഫിൻ സഹായിക്കുന്നതാണ്. ഒരു കഥ കേൾക്കുമ്പോൾ രോഗിയായ ആള് പോലും കുറച്ച് സമയം ചിരിക്കുന്നത് കാണാൻ പറ്റും. നിങ്ങൾ മെഡിക്കൽ കോളേജിലൊക്കെ പോയാൽ മതി, ഒരു 2-3 ദിവസം അതിന്റെ കാഷ്വാലിറ്റിയിലൊക്കെ പോയി ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് ഇഷ്ടപ്പെട്ട ആളുകൾ എന്തെങ്കിലും സംസാരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കഥയൊക്കെ നല്ല വേദനയായിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമയൊക്കെ കാണുന്ന സമയത്ത് നിങ്ങൾ വേദന മറക്കും. എന്തുകൊണ്ട്? ആ സമയത്ത് എൻഡോർഫിൻ എൻഹാൻസ് ചെയ്യുന്നതുകൊണ്ടാണ്. അടുത്തത് കോർട്ടിസോൾ എന്ത് ചെയ്യും? എൻഹാൻസ് ചെയ്യും. കോർട്ടിസോൾ റിലീസസ് ടെൻഷൻ, ക്രൈസിസ്, ഡിസ്ട്രസ് ആൻഡ് കോൺഫ്ലിക്റ്റ് എന്നാണ്. അപ്പൊ കോർട്ടിസോൾ എന്ത് ചെയ്യും? നിങ്ങളുടെ സ്ട്രെസ് മാറ്റാനൊക്കെ സഹായിക്കും. ഒരു മനസ്സിലൊരു കൺഫ്യൂഷൻ ഉണ്ട്, കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യാൻ പറ്റും? കുറക്കാനൊക്കെ സഹായിക്കും. കോർട്ടിസോൾ റിസൾട്ട് ഇൻ ഇൻക്രീസ്ഡ് ഫോക്കസ്. ഈ കോർട്ടിസോൾ ഹോർമോൺ കുറയുന്ന സമയത്താണ് ഫോക്കസ് പോകുന്നത്. അപ്പൊ കോർട്ടിസോൾ ഹോർമോൺ കറക്റ്റ് ആണെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും. ഇപ്പൊ എന്റെ കൂടെ ഉണ്ടാവും നിങ്ങൾ. ഒരു കഥ ഇടക്കിടക്ക്, അതുകൊണ്ടാണ് ട്രെയിനേഴ്സ് ഇടക്കിടക്ക് തുടങ്ങുമ്പോൾ ഒരു കഥ പറയും, അവസാനം ഒരു കഥ പറയും. അപ്പൊ എന്തുണ്ടാവും? അതിന്റെ ഇടയ്ക്ക് ചെറിയ കഥ പറയും, അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യും. ആ സമയത്ത് എന്ത് ചെയ്യും? ഫോക്കസ് കൂടും, ഒരു ശ്രദ്ധ കൂടും. നാലാമത്തെ ഹോർമോൺ ഡോപ്പാമിൻ. ഡോപ്പാമിൻ ആണ് മനോജ് സാർ എപ്പോഴും പറയാറില്ല, സന്തോഷത്തിന്റെ ഹോർമോൺ എന്നൊക്കെ പറയില്ല. അവസാനം വിജയത്തിന്റെ ഹോർമോൺ എന്നൊക്കെ വിളിക്കാൻ ഡൊപ്പാമിൻ. ഡൊപ്പാമിൻ കുറയുമ്പോഴാണ് അൽഷിമേഴ്സ് ഒക്കെ വരുന്നത്. ഇപ്പൊ ഡൊപ്പാമിൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ റിസോൾവിംഗ് കോൺഫ്ലിക്റ്റ്, ക്ലൈമാക്സ് ടു റെസൊല്യൂഷൻ, ഹാപ്പി എൻഡിങ്. എപ്പോഴും നല്ല സന്തോഷമായിരിക്കാൻ നമ്മൾ സഹായിക്കും. കഥ കേൾക്കുമ്പോൾ സന്തോഷിക്കുന്നത് അതുകൊണ്ടാണ്. ട്രാജഡിയുള്ള കഥ കേൾക്കുമ്പോൾ സന്തോഷിക്കുന്ന ആളുകളുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞത് അതല്ല. ഞാൻ പറഞ്ഞത് സന്തോഷമുള്ള കഥകൾ കേൾക്കുമ്പോൾ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കും. ഡൊപ്പാമിൻ മോട്ടിവേഷൻ ഹോർമോൺ ആണ്. റിസൾട്ട് ഇൻ എ ഹൈ പ്ലഷർ, ഹോപ്പ്, മോർ ആക്യുറേറ്റ് റീകോൾ, ഇൻക്രീസ്ഡ് ഫോക്കസ്. ഒരു കഥ കേൾക്കുമ്പോഴാണ് പലതും ബ്രെയിൻ എന്ത് ചെയ്യുക, മുന്നേ ഇങ്ങനെ ഉണ്ടായിരുന്നു, അവിടെ ഉണ്ടായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നു കേൾക്കുന്നത്. എന്തുകൊണ്ടാണ്? റീകോൾ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ബ്രെയിൻ ഡൊപ്പാമിൻ എന്ത് ചെയ്യും? എൻഹാൻസ് ചെയ്യുന്നതുകൊണ്ടാണ്. ഈ കേൾക്കുന്ന ആളുകൾ എന്ത് ചെയ്യണം? കഥ പറഞ്ഞ് പഠിക്കണം. കഥ പറഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈഫിൽ എന്ത് ചെയ്യാൻ പറ്റും? ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകും. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഏറ്റവും നന്നായിട്ട് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ കഥ പറയാൻ പഠിക്കണം. നമ്മുടെ മുന്നിലുള്ള ആളുകളെ കൂടുതൽ മനസ്സിലാക്കാൻ കഥ പറയാൻ പഠിക്കുക. സ്റ്റോറി ടെല്ലിംഗ് എന്ത് ചെയ്യണം? ഒരു ടൂളായിട്ട് യൂസ് ചെയ്യണം. സ്റ്റോറി ടെല്ലിംഗ് ടൂളായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് പണ്ട് കാലത്തൊക്കെ കഥ പറച്ചിലൊക്കെ ഉണ്ടായിരുന്നു. പഞ്ചതന്ത്രം കഥകളൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശിമാർ മക്കളെയൊക്കെ പഠിപ്പിച്ചിരുന്നു. എന്നെ കേൾക്കുന്ന ഈ ആൾക്കാർ കുട്ടിയായിരുന്ന സമയത്ത് കഥ കേട്ടിരുന്നു. ഇന്ന് നമുക്ക് നേരമില്ലാത്തതുകൊണ്ട് നമ്മുടെ മക്കളോട് നമ്മൾ കഥ പറഞ്ഞു കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വഴിവിട്ട ബന്ധങ്ങളിലേക്ക് അവർ പോകും. നമ്മളെ ലൈഫിൽ ഒരു മൊറൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കഥകളിലൂടെ വന്ന കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഹ്യൂമൻസ് ആർ വയേർഡ് വിത്ത് സ്റ്റോറീസ്. ഈ ഫാക്ട് ഇല്ലേ, ഫാക്റ്റും ഫിഗേഴ്സ്, 2 2 4 6 4 10 എന്നുള്ള ആ ഒരു ഫാക്ട് അല്ല നമ്മുടെ ബ്രെയിൻ വയേർഡ് ആയിരിക്കുന്നത്. അന്ന് പഠിപ്പിച്ച കഥകളാണ്. മഹാബലിയുടെ കഥകൾ കേട്ടതുകൊണ്ടാണ് സത്യസന്ധന്മാരായി മാറിയത്. മഹാത്മാഗാന്ധിയുടെ കഥ കേട്ടതുകൊണ്ടാണ് സമരവീര്യങ്ങൾ ഉണ്ടായത്. അപ്പൊ അതേപോലെ തന്നെയാണ് പലതും. അപ്പൊ കഥകളുടെ രൂപത്തിലേക്ക് കാര്യങ്ങൾ പഠിപ്പിക്കുക. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ബയോട്ടോറിയം, മാഗ്നറ്റിക് തെറാപ്പി, സാഗാദ്യ വിശാറിന്റെ PhD പറഞ്ഞു പോന്നു കഴിഞ്ഞാൽ ആളുകൾ മറന്നുപോകും. 10% മാത്രം അവർ ബ്രെയിനിക്ക്. ബാക്കി 70% ആളുകൾ ഓർത്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾ പറഞ്ഞ കഥകളായിരിക്കും. ഇപ്പൊ തന്നെ ഞാനീ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മറക്കും. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞ കഥകൾ നിങ്ങൾ മരിക്കുന്നത് വരെ നിങ്ങൾ മനസ്സിലുണ്ടാവും. ഞാൻ പുറത്തു കൊടുത്ത റിസൾട്ടും കാര്യങ്ങളൊക്കെ, കാരണം അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇമോഷൻ ഡ്രൈവ്സ് ആക്ഷൻ. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇമോഷൻ ആണ് ഈ ബിസിനസിനെ ഡ്രൈവ് ചെയ്യുന്നത്. ഇമോഷന്റെ ബോണ്ടേജിന്റെ പുറത്താണ് ഈ രാവിലെ 6 മണിക്ക് നമ്മൾ കയറിയിരിക്കുന്നത്.
അത് എന്ത് ചെയ്യണം, എപ്പോഴും നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. സ്റ്റോറി എന്ത് ചെയ്യും, ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനും കണക്ഷൻ ഉണ്ടാക്കാനും വിശ്വാസ്യത കൂട്ടാനും സഹായിക്കും. അപ്പൊ നിങ്ങൾ പറയുന്ന സ്റ്റോറി അതുപോലെ ആയിരിക്കണം, സത്യസന്ധമായിരിക്കണം. നിങ്ങൾ എന്ത് സ്റ്റോറി പറയും, നിങ്ങൾ നിങ്ങളുടെ സ്റ്റോറി പറയാം. ഷെയർ യുവർ ഓർ യുവർ ടീംസ് റിയൽ എക്സ്പീരിയൻസ്. അതാണ് ഞായറാഴ്ചകൾ ഇവിടെ നടക്കുന്നല്ലേ. സ്വന്തമായിട്ട് കഥ പറയാനില്ലെങ്കിൽ ഞായറാഴ്ച സൂം കയറ്റുക ടീമിനാ, എന്നിട്ട് ഈ കഥ പോയിട്ട് പറയാൻ പറയാം നാട്ടുകാരോട്. അവർ വിശ്വസിച്ച് പ്രൊഡക്റ്റ് വാങ്ങിക്കും, സെയിൽസ് നടക്കും, 100% നടക്കും, 100% സെയിൽസ് നടക്കും. നിങ്ങൾ എന്ത് ചെയ്യുക, സത്യസന്ധമായി മറ്റുള്ളവരുടെ എക്സ്പീരിയൻസ് പറയും. ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച നിങ്ങൾ എക്സ്പീരിയൻസ് കേട്ട സമയത്ത് എനിക്ക് എന്നോട് തന്നെ ലജ്ജ തോന്നിയിരുന്നു. കാരണം എന്താ പറയാ, ഓരോ ആളുകൾ പ്രൊഡക്റ്റ് കൊടുത്ത ആളുകൾ ഉണ്ടല്ലോ, എവിടുന്ന് കിട്ടി ഇവർക്ക് ഇത്രയും ധൈര്യം എന്നുള്ളത് ഞാൻ ആലോചിച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പ്രൊഡക്റ്റ് കൊടുത്തത് കൊണ്ടല്ലേ അവർക്ക് ലൈഫിലേക്ക് തിരിച്ചു വരാൻ പറ്റിയത്. ബാബു സാർ കൊടുത്ത പ്രൊഡക്റ്റ്, ആക്സിഡന്റ് വന്ന് കിടക്കുന്ന 33 വയസ്സുള്ള ആള് ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് ഇപ്പൊ ഭക്ഷണത്തിന് വേണ്ടി വായ തുറക്കുന്നുണ്ട് എന്ന് പറയുന്ന സമയത്ത് എവിടെയായിരുന്നു നമ്മൾ ഈ കണ്ട മെഡിക്കൽ സയൻസ് ഇത്രയും കാലം? അതേപോലെ 26 വർഷമായിട്ട് പച്ചവെള്ളത്തിൽ കുളിക്കാൻ പറ്റാത്തൊരു ലേഡി, അവരുടെ എക്സ്പീരിയൻസിൽ എന്താണ് അവരുടെ ശരീരത്തിൽ നടന്നത്? അതാണ് അവരുടെ 7 ചക്രാസിന്റെ അലൈൻമെന്റ് കറക്റ്റായി, അവരുടെ ഓറ സ്ട്രെങ്തൻ ആയി. അല്ലാണ്ട് ബോഡിയിൽ കെമിക്കൽ റിയാക്ഷൻ കൊണ്ട് മാറുവാണെങ്കിൽ മെഡിക്കൽ സയൻസ് മാറ്റും, പറ്റില്ല. കാരണം അത്രയും ഉദാത്തമായ ഒരു പ്രൊഡക്റ്റാണ് കയ്യിലുള്ളത്. നമുക്കാണ് ആദ്യം ബോധം വേണ്ടത്. എക്സ്പ്ലെയിനിങ് പ്രൊഡക്റ്റ് ബിസിനസ് ജേർണി ത്രൂ എ നറേറ്റീവ്. നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ റിക്രൂട്ട്മെന്റിന് പോകുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ പ്രൊഡക്റ്റിനെ കുറിച്ചും നിങ്ങളുടെ ഈ ബിസിനസ് യാത്രയെ കുറിച്ചും നിങ്ങളുടെ അപ്ലൈന്റെ ബിസിനസ് യാത്രയെ കുറിച്ചും നിങ്ങളുടെ ലീഡറുടെ അച്ചീവ്മെന്റിനെ കുറിച്ച് എന്ത് ചെയ്യണം, കഥ പറയണം. കഥയുടെ രൂപത്തിൽ പറയാം. ടേണിംഗ് ഇൻഫർമേഷൻ ഇൻ ടു ഇൻസ്പിറേഷൻ. നിങ്ങൾ കഥ പറയുന്ന സമയത്ത് ഈ മൂന്നാമത് സ്ക്രീനിൽ കാണുന്ന പോലെ ആളുകളുടെ ഉള്ളിൽ ആവേശം തിങ്ങി നിറയും. അപ്പോഴാണ് ആളുകൾ നേരത്തെ പറഞ്ഞ 4 ഹോർമോൺ ഉത്പാദിപ്പിക്കുമ്പോൾ അവര് എല്ലാ കാലവും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. കാര്യങ്ങൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് സംസാരിക്കാൻ കഥ പറയുന്ന സഹായിക്കുന്നവരാണ്. ബിൽഡ് ട്രസ്റ്റ്, മേക്ക് യു മെമ്മറബിൾ. നിങ്ങളെ അവരെന്ന് ഓർക്കും. നിങ്ങളൊരു കഥയൊക്കെ പറയുമ്പോൾ നിങ്ങൾ അപ്ലൈ ലീഡറുടെ കൂടെ പോയി മിണ്ടാതെ തിരിച്ചു വരുവാണെങ്കിൽ നിങ്ങളെ ഓർമ്മ ഉണ്ടാവില്ല. നിങ്ങളെ കൂടെ വന്ന അപ്ലൈ ലീഡറെ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. എന്തുകൊണ്ടാ? അദ്ദേഹം ഈ എക്സ്പീരിയൻസ് നിന്ന് അറിയാതെ കഥ പറയുന്ന മനുഷ്യനാണ്. ഞാനിന്ന് സംസാരിച്ചത് കഥ പറയുമ്പോൾ നടക്കുന്ന കാര്യങ്ങളാണ്. ഒതന്റിസിറ്റി ഷോ ചെയ്യാൻ വേണ്ടി സഹായിക്കും, മറ്റുള്ളവർക്ക് എമ്പതി കിട്ടാൻ വേണ്ടി സഹായിക്കും. ഇതൊക്കെയാണ് സ്റ്റോറി ടെല്ലിങ് നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ. 7 മണിയായി. The science behind the storytelling എന്ന് വെച്ചാൽ ബ്രെയിൻ പ്രോസസ് സ്റ്റോറീസ് ത്രൂ മിറർ ന്യൂറോൺസ്. എപ്പോഴും നിങ്ങൾ പറയുന്ന കഥകൾ എന്ത് ചെയ്യും, അവര് ഓട്ടോമാറ്റിക്കായിട്ട് ബ്രെയിൻ എന്ത് ചെയ്യും, അതിനെ പ്രോസസ് ചെയ്യും. ഇറ്റ് ഫീൽസ് ലൈക്ക് വി ആർ ലിവിങ് എ സ്റ്റോറി. നമ്മളൊരു കഥയുടെ ഉള്ളിൽ ജീവിക്കുന്നത് പോലെ തോന്നും ഒരു കഥ കേൾക്കുമ്പോൾ. ഞാനിപ്പോ പറയുന്നത്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കഥ കേൾക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, അതിലേക്ക് അങ്ങ് ആകർഷിക്കപ്പെട്ട് ആ കഥന്റെ ഉള്ളിലായി പോയിട്ടുണ്ടാവും. പല സമയത്ത് ഒരാൾ കഥ പറയും. ഞായറാഴ്ചത്തെ സൂം പ്രോഗ്രാം കേൾക്കുമ്പോൾ നമ്മളതിന്റെ മുഴുകിപ്പോകുകയാണ് അല്ലെ. പലരുടെയും സംസാരം കേൾക്കുമ്പോൾ അവരൊക്കെ നല്ല സെയിൽസ്മാൻമാരാണ്, പക്ഷെ തിരിച്ചറിയണം എനിക്കിങ്ങനെ ഒരു കഴിവുണ്ട് എന്നുള്ളത്. തിരിച്ചറിയാതെ പോകുന്നതാണ് ഏറ്റവും വലിയ ദുരന്തം. അന്ന് എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത ആളുകളൊക്കെ മാർക്കറ്റിലേക്ക് ഇറങ്ങി 10 പേരോട് സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് 100% സെയിൽസും റിക്രൂട്ട്മെന്റും നടക്കും. സ്റ്റോറീസ് ആക്ടിവേറ്റ് മോർ ബ്രെയിൻ റീജിയൻസ് ദാൻ ഫാക്ട് അലോൺ. ഫാക്ടുകളെ ആക്ടിവേറ്റ് ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ എന്ത് ചെയ്യും, സ്റ്റോറികൾ ആക്ടിവേറ്റ്. ഇമോഷണൽ കണക്ഷൻ ഉണ്ടാവും, ഹയർ റിട്ടൻഷൻ ഉണ്ടാവും, മോട്ടിവേഷൻ ഉണ്ടാവും കഥകളിലൂടെ. The most powerful person in the world is a storyteller. The storyteller sets the vision, values and agenda of an entire generation that is to come. ഇനി വരാൻ പോകുന്ന തലമുറക്ക് പോലും ഒരു നല്ല കഥ പറയാൻ പറയുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിഷനും വാല്യൂയും അജണ്ടയും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. പറഞ്ഞത് മറ്റാരുമല്ല, സ്റ്റീവ് ജോബ്സ് ആണ്. അപ്പോ ഇവരൊക്കെ കഥ പറഞ്ഞുകൊണ്ടാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവരൊക്കെ കഥ പറഞ്ഞുകൊണ്ടാണ് അവരുടെ ഇൻഡസ്ട്രി ഉണ്ടാക്കിയിരിക്കുന്നത്. അത് അവര് പറയുന്ന കഥ നമ്മൾ പറയുന്ന കഥ തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. കാരണം അവർ കേൾക്കുന്ന ആളുകൾ വ്യത്യാസം ഉണ്ടാവും. നമ്മൾ മാറി ചിന്തിക്കണം. ഇന്ന് മുതൽ നമ്മൾ ആരോട് കഥ പറയണം, ഏത് കഥയാണ് പറയേണ്ടത്? ഇപ്പോഴും ചിലപ്പം ചില ആൾക്ക് ബോധം വന്നിട്ടുണ്ടാവില്ല. കഥ പറയേണ്ടത് ബയോട്ടോറിയത്തിനെ കുറിച്ചുള്ള കഥ പറഞ്ഞ് പഠിക്കുക.
നിങ്ങൾ ബയോട്ടോറിയം ചെയ്ത് ഇതിലൂടെ ഒരു പ്രഥമ വരുമാനം നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ബയോട്ടോറിയത്തെ കുറിച്ച് പറയാൻ പഠിക്കുക. 2008 സ്ഥാപിച്ച കമ്പനി, വേൾഡ് ഗിന്നസ് റെക്കോർഡ് കിട്ടിയ MD, ഡോക്ടറേറ്റ് എടുത്ത MD, 17 കൊല്ലമായിട്ട് ഇവിടെ ഉണ്ട്, എക്സ്പോർട്ടേഴ്സ് ആയിരുന്നു, സ്വന്തം സോഫ്റ്റ്വെയർ ആണ്, ഡയറക്ട് സെല്ലിംഗ് റൂള് പ്രകാരം വർക്ക് ചെയ്യുന്ന കമ്പനിയാണ്, കഴിഞ്ഞ 5 വർഷമായിട്ട് പേയ്മെന്റ് കൊടുത്ത കമ്പനിയാണ്, 5 വർഷത്തിനുള്ളിൽ 300 പേരെ കോടിക്ക് മുകളിൽ വരുമാനം നേടിക്കൊടുത്ത കമ്പനിയാണ്, കേരളത്തിൽ 10ൽ കൂടുതൽ ആളുകൾക്ക് കോടിക്ക് മുകളിൽ വരുമാനം നേടിക്കൊടുത്ത കമ്പനിയാണ്. എന്റെ ടീമിന്റെ ലീഡർക്ക് 10 മാസം കൊണ്ട് 1 കോടിയും 4 കൊല്ലം കൊണ്ട് 3.5 കോടി രൂപയും കിട്ടിയിട്ടുണ്ട്. കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ ഇപ്പോഴും കോടിക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. 80 ലക്ഷം 70 ലക്ഷം വാങ്ങിയ ആളുകൾ ഇന്ന് എന്റെ കൂടെയുണ്ട്. ഞങ്ങൾ ഈ 5 വർഷമായിട്ടേ ഉള്ളൂ ഇവിടെ വന്നിട്ട്. ഇന്ന് ഈ കഥ പറഞ്ഞു കൊടുത്താൽ അവർ നിങ്ങളെ വിശ്വസിക്കും, നിങ്ങളെ കൂടെ നിൽക്കും. നിങ്ങൾ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ മതി. പീപ്പിൾ ഡു നോട്ട് ബൈ ഗുഡ്സ് ആൻഡ് സർവീസ്, ദേ ബൈ റിലേഷൻഷിപ്പ് ആൻഡ് സ്റ്റോറീസ്. ആളുകൾ നമ്മൾ എപ്പോഴും വാങ്ങുന്നത് ബന്ധങ്ങളും കഥകളും ആയിരിക്കും, ഒരിക്കലും ഒരു പ്രൊഡക്റ്റും സർവീസ് അല്ല അവർ വാങ്ങുന്നത്. ഇന്ന് എന്നെ കേൾക്കുന്ന ഈ ലീഡേഴ്സ് പലരും എന്ത് ചെയ്തത്, ലീഡേഴ്സ് ആയി മാറിയത് ഒരു ടീമുമായിട്ടുള്ള ബോണ്ടേജ് കൊണ്ടാണ്. ടീമില്ലെങ്കിൽ ലീഡർ ഇല്ല, അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. പക്ഷെ ലീഡർ ആവണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, ടീം ഉണ്ടാക്കണം. രണ്ടും തമ്മിൽ ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ ഈ നിൽക്കുന്ന ഫോട്ടോ നമ്മുടെ കമ്പനിയുടെ 46ാമത്തെ നിലയിൽ നിന്നെടുത്ത ഫോട്ടോ ആണ്, ദുബായിൽ നിന്നെടുത്ത ഫോട്ടോ അല്ല. ഈ ഫോട്ടോ ആണ് പുഷ്കർ സാറ് മെനഞ്ഞാന്ന് പറഞ്ഞത് ആപ്പൻ എവിടെയാണ്, ദുബായിലാണോ എന്ന് ചോദിച്ചെന്ന് പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് ആർക്കും അതിനെ പറ്റിയിട്ട് പോവാത്ത ആളുകൾക്ക് ഇത് കണ്ടിട്ടുണ്ടാവില്ല, കാണാൻ വേണ്ടി ഇട്ടുന്നേ ഉള്ളൂ. നമ്മുടെ 46ാമത്തെ ദാദറിലുള്ള ഓഫീസിലെ 46ാമത്തെ നിലയിലുള്ള ഫോട്ടോ ആണ്. മുംബൈ നഗരം മൊത്തം കാണാൻ പറ്റും. അടുത്ത മാസം അല്ലെങ്കിൽ ഈ മാസം ഒരു ട്രിപ്പ് ഉണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന ഈ 178 ആളുകളും അവിടെ ഒരു ജാഥയായിട്ട് പോകണം. ഇത് കാണണം. കണ്ടു കഴിഞ്ഞാൽ കഥ പറയാൻ കുറെ കൂടി ആയിരിക്കും. എല്ലാവർക്കും വലിയ വിജയാശംസകൾ നേർന്നുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. നമ്മുടെ മനസ്സിൽ തറക്കുന്ന തരത്തിലുള്ള ഒരു പ്രസന്റേഷനാണ് മിനി സാർ നമുക്ക് ഇവിടെ നൽകിയിരിക്കുന്നത്. എങ്ങനെ സെയില് ക്ലോസ് ചെയ്യണം, അദ്ദേഹത്തിന്റെ ആ ജീവിത കഥ ഇതിലൂടെ വിവരിച്ച് നമ്മുടെ മനസ്സിലേക്ക് തറപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രസന്റേഷൻ. അതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറയുന്ന ഇതേപോലുള്ള ഒരു പ്രസന്റേഷൻ സ്കില്ല് നമ്മളിൽ ഉണ്ടായി നമുക്ക് അവിടെ സെയിൽ നടക്കുന്നുണ്ടാവും. അപ്പൊ സെയിൽ നടന്നു കഴിഞ്ഞാൽ നമ്മളിൽ വരുമാനം വരികയുള്ളൂ. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ കേട്ടു. ഞാൻ എന്നെ പരിചയപ്പെടുത്തിയിരുന്നില്ല. എൻ്റെ പേര് ബാബുരാജ്. ഞാൻ കണ്ണൂർ പഴയങ്ങാടി സ്വദേശിയാണ്. 2 വർഷമായി ഈ ഒരു ഈ ബിസിനസ്സിലേക്ക് വന്നിട്ട് എന്തായാലും ഈ സൂമിൽ വന്നിരിക്കുന്ന എല്ലാവരും ഈ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഞാൻ സമയം അതിക്രമിച്ചു, അതുകൊണ്ട് ഞാൻ ഈ സെഷൻ ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ഗ്രേറ്റ് ലീഡർ മനോജ് സാറെ ഞാൻ ക്ഷണിക്കുകയാണ്. പ്ലീസ് വെൽക്കം മനോജ് സാർ. ഓക്കെ സാർ, താങ്ക് യു. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ സാറേ? ഓക്കെ സാർ. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച് ബാബുരാജ് സാർ. ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്ന വിജയാശംസകൾ നേരുകയാണ്. എറണാകുളത്ത് നല്ല അതിശക്തമായ മഴയാണ്. എല്ലാ പ്രദേശത്തും ഉണ്ടോ എന്ന് അറിയില്ല. എന്തായാലും മഴ തിമർത്ത് പെയ്തതിനേക്കാൾ ആവേശത്തിലാണ് ഇന്ന് നമ്മുടെ പ്രിയങ്കരനായ മിനീഷ് സാറ് സെയിൽസിനെ കുറിച്ച് ഇവിടെ സംസാരിച്ചത് അല്ലെ? അദ്ദേഹം വന്ന വഴികൾ ഇവിടെ രേഖപ്പെടുത്തി. ഓരോരുത്തരും ബയാട്ടൂര്യത്തെ സ്വീകരിച്ച വഴികൾ അല്ലെ? അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ഇത് കേട്ടപ്പോ, അദ്ദേഹത്തിന്റെ സുഹൃത്ത് പവിത്രൻ സാറ് പറഞ്ഞപ്പോ ഒരു പുച്ഛഭാവത്തോടെയാണ് കേട്ടത്. പലരും അങ്ങനെ തന്നെ കേട്ടവരാണ് നമ്മളിൽ പലരും. പക്ഷെ വാങ്ങി അനുഭവിച്ചപ്പോഴാണ് യഥാർത്ഥ റിസൾട്ട് വന്നപ്പോ ഇതിനെ കൂടുതൽ സ്നേഹിക്കാനും അടുക്കാനും ഇത് ഹൃദയത്തിലേറ്റാനും ആരെങ്കിലും ബയോട്ടത്തെ കുറിച്ച് കുറ്റം പറയുകയാണെങ്കിൽ നമുക്ക് ധാർമ്മിക രോഷം വരാനും ഒക്കെ സാധിക്കുന്ന രീതിയിലേക്ക് മാറാൻ വേണ്ടി സാധിച്ചത് ഈ പ്രൊഡക്റ്റിന്റെ കൃത്യമായ ഉപയോഗത്തിലൂടെയാണ്. അപ്പൊ അദ്ദേഹം കൊടുത്ത നിരവധി റിസൾട്ടുകൾ ഇവിടെ സൂചിപ്പിച്ചു. സ്വാഭാവികമായിട്ടും അതിൽ നിന്നെല്ലാം നമുക്ക് ആവേശം ഉണ്ടാകും. അതിൽ നിന്നെല്ലാം നമ്മുടെ കോൺഫിഡൻസ് ലെവലൊന്നും കൂടെ വർദ്ധിക്കും. അതിൽ നിന്ന് പ്രവർത്തിക്കാനുള്ള ഊർജവും ആവേശവും മനസ്സും ഒക്കെ നമുക്ക് തരും. അതാണ് നമ്മളെ വിജയത്തിലേക്ക് നയിക്കുന്നത്. അപ്പൊ ഇവിടെ അദ്ദേഹം തുടക്കത്തിൽ പറഞ്ഞ പോലെ 2 തരത്തിലുള്ള ആളുകളാണ് നമ്മുടെ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരുന്നത്. ഒന്ന്, പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടി വരുന്ന സ്വാഭാവികമായിട്ടുള്ള ചെറിയ ഡിസോർഡർ ഉള്ള ആളുകൾ അല്ലെ? ഡിസോർഡർ എന്നാണ് പറയാം. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, ഇതിനൊക്കെ ഡിസോർഡർ എന്നാണ് പറയുന്നത്. ജീവിതശൈലി രോഗങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പോ അത് മാറി വരുമ്പോ അവരുടെ ആ കുടുംബത്തിന്റെ ഒരു സന്തോഷം കാണണം നമ്മൾ അല്ലെ? അതിനെ നമ്മൾ നിമിത്തമായി മാറുക എന്ന് പറഞ്ഞാൽ
ഇതിനേക്കാൾ പുണ്യം ഈ ലോകത്ത് ഈ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ ഇല്ല എന്നുള്ളതാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ജീവിതത്തിൽ നമുക്ക് പുണ്യം ചെയ്യാൻ വേറെ ഒന്നുമില്ല. ഒരു 10 പേർക്ക് നിങ്ങൾ കൊടുക്കുക, അവർക്ക് കിട്ടിയ റിസൾട്ട് മതി. അവരുടെ ആ സന്തോഷം നിറഞ്ഞ കണ്ണീരുണ്ടല്ലോ, സന്തോഷത്തിന് ഒരു കണ്ണുനീര് വരും, സങ്കടത്തിന് ഒരു കണ്ണുനീര് വരും, അല്ലെ? സന്തോഷത്തിന് വരുന്ന കണ്ണുനീരിന് മധുരമാണെന്നാ പറയുന്നത്, സങ്കടത്തിന് വരുന്ന കണ്ണുനീരിന് ഉപ്പ് രസമാണെന്നാ പറയുന്നത്. അനുഭവിച്ചു നോക്കിയിട്ടുണ്ടോ നിങ്ങള്? എന്നാ അനുഭവിച്ചു നോക്കട്ടെ. സങ്കടം വരുമ്പോ ഇച്ചിരി കണ്ണുനീര് തൊട്ട് വായിൽ വെച്ച് നോക്കിയാൽ നല്ല മധുരം ഉണ്ടാവും. സങ്കടം വരുമ്പോ ഇച്ചിരി കണ്ണുനീര് തൊട്ടിട്ട് വായിൽ വെച്ചാൽ അതിന് ഉപ്പ് രസമായി. രാവിലെ ഒരു ടിപ്പ് പറഞ്ഞാണ് കേട്ടോ, അവരൊന്നും വിചാരിക്കണ്ട. അപ്പൊ നമ്മൾ കൊടുക്കുന്ന അവരുടെ കണ്ണുനീരുണ്ടല്ലോ, സന്തോഷത്തിന്റെ കണ്ണുനീര്, അത് മതി നമ്മുടെ തലമുറകള് വലിയൊരു ഉയർച്ചയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്റെ പൊന്നു സുഹൃത്തുക്കളെ. അപ്പൊ അതിന്റെ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് നമ്മൾ മാറുക. നമ്മുടെ രോഗികൾക്ക് കൊടുക്കണ്ട എന്നല്ല പറഞ്ഞു. എല്ലാം കഴിഞ്ഞ് അത് അന്ത്യകൂദാശയും കഴിഞ്ഞ ആളുകൾക്ക് പോലും കൊടുത്തിട്ട് ഇവിടെ റിസൾട്ട് വന്നിട്ടുണ്ട്. രാജു സാറിന്റെ കഥ എല്ലാവർക്കും അറിയാം, അല്ലെ? കഴിഞ്ഞ ദിവസം നമ്മുടെ വയനാട്ടിൽ നിന്നൊരു സ്ത്രീ വന്ന് പറഞ്ഞു, അല്ലെ, അവര് ഭക്ഷണം കഴിക്കാൻ പറ്റാതെ ട്യൂബിലൂടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഇത് കൊടുത്തപ്പോ, നമ്മളാണ് കൊടുക്കൂല, അയ്യോ കൊടുക്കണ്ടെന്ന് പറയും, അല്ലെ, പേടിയാവുന്ന നമുക്ക്. പക്ഷെ അവര് കൊടുത്തു. എന്താ കൊടുത്തത്? റിസ്റ്റ് ബാൻഡും വാട്ടർ എനർജി പാഡും മാത്രമേ കൊടുത്തുള്ളൂ. അതിൽ നിന്ന് 3-4 ദിവസം കഴിഞ്ഞപ്പോ ട്യൂബ് ഒഴിവാക്കിക്കൊണ്ട് വായിലൂടെ ചവച്ചരച്ച് ദോശ കഴിച്ചു എന്നാ പറഞ്ഞു. ദോശ പെട്ടെന്ന് കഴിക്കാൻ പറ്റില്ല, ചവച്ചരക്കണം, അല്ലെ? കഴിച്ചു എന്നാ പറഞ്ഞു. ആലോചിച്ച് നോക്കണം നമ്മുടെ പ്രൊഡക്റ്റിന്റെ മിറാക്കിൾ റിസൾട്ട് എന്ന് പറയും. ക്ലിയറായ? അപ്പൊ സത്യസന്ധമായ നീതിപൂർവമായ വേൾഡിലെ ഏറ്റവും നല്ല ഒരു സയൻസ് ഉപയോഗിച്ച മാഗ്നറ്റിക് തെറാപ്പി ഉപയോഗിച്ചുകൊണ്ടുള്ള ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടുള്ള പ്രൂവഡ് ഇൻഡസ്ട്രിയുടെ ഭാഗമായ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അംഗീകരിച്ച, അതേപോലെ തന്നെ ഇന്ത്യൻ ആയുഷ് മിനിസ്ട്രി അംഗീകരിച്ച, VVIPs ഉപയോഗിക്കുന്ന, സാധാരണക്കാർ ഉപയോഗിക്കുന്ന റിസൾട്ട് കിട്ടുന്ന ഈ പ്രൊഡക്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? കച്ചവടം ചെയ്യണം, സെയിൽസ്. അത് ചെയ്യാതെ കഥ പറഞ്ഞതിനെ കൊണ്ടൊന്നും അക്കൗണ്ടിലേക്ക് മഹാലക്ഷ്മി വരില്ല. അതാണ് ഇവിടെ അദ്ദേഹം സൂചിപ്പിച്ചത്. ഇതിൽ നിന്ന് ആവേശം ഉണ്ടായിട്ട് സ്പിരിറ്റോട് കൂടിയിട്ട് ചെന്ന് സംസാരിക്കാൻ വേണ്ടി സാധിക്കണം. ആളുകൾ കളിയാക്കിക്കോട്ടെ, അത് നമ്മുടെ വിഷയമല്ല, അത് അവരുടെ അറിവില്ലായ്മ കൊണ്ടാണ്, അല്ലെ? നമ്മളും ഇങ്ങനെ കളിയാക്കിയിട്ടുണ്ട്. മിനീഷ് സാറും കളിയാക്കിയിട്ടുണ്ട്, പവിത്രൻ സാറിന് നടുവേദന മാറി എന്ന് പറഞ്ഞിട്ട്, അല്ലെ? മിനീഷ് സാർ പിന്നെ അമ്മക്ക് കിട്ടിയ റിസൾട്ടാണ് അദ്ദേഹത്തിന് ആവേശം ഉണ്ടാക്കിയത്. ഞാൻ അവരുടെ വീട്ടിൽ ചെന്നത്, അപ്പൊ അമ്മ എന്നോട് പറഞ്ഞു, നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് മോനെ എന്ന് എന്നോട് പറഞ്ഞു. കാരണം ആദ്യം വിശ്വസിക്കാതെ ഉപയോഗിക്കുന്നവരാണ് കൂടുതൽ. ഞാൻ പറഞ്ഞു വന്നത്, ഇതിനെ നമ്മളൊരു സെയിൽസിലേക്ക് നമ്മൾ ആരാണോ കൺവേർട്ട് ചെയ്യുന്നത് അവർക്കാണ് ഇതിനകത്ത് അച്ചീവേഴ്സ് ആയിട്ട് മാറാൻ വേണ്ടി സാധിക്കുള്ളൂ. രോഗം മാറും, ടെൻഷൻ കുറയും, ഒക്കെ കുറയും. നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കണമെങ്കിൽ ഇതിനെ നിങ്ങളൊരു എന്തായി മാറ്റണം? ഇതൊരു ബിസിനസ് ആയിട്ട്, ഇതൊരു ഇൻഡസ്ട്രിയാണ്. ആ ഇൻഡസ്ട്രി ആയിട്ട് നിങ്ങൾ അതിനെ നെഞ്ചിലേറ്റിയിട്ട് ഇതിന്റെ പ്രചാരകരായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാകണം. 24 hours ഇറങ്ങണം. എന്റെ ബഗസാറെ ആ പണിയൊക്കെ അവിടെ നിർത്തിനി മുതൽ കേട്ടാ. ബഗസാറിനൊക്കെ നല്ല ടീമായി. അവിടെ പോയി എത്ര ഉരുവ കിട്ടുന്ന ഒരു മാസം, ഇല്ലേ? അതുകൊണ്ട് ഇനിയെങ്കിലും നിർത്തിക്കൊള്ളണം കേട്ടോ. അല്ലെങ്കിൽ ലീവ് എടുക്കുക ഒരു 3 മാസത്തേക്കെങ്കിലും. എന്നിട്ട് ഫുള്ളായിട്ട് ഇവിടെ ഇറങ്ങി, പാർട്ട് ടൈം കളിക്കല്ലേ, ഫുൾ ടൈം ആയിട്ട് ഇറങ്ങി വരും എല്ലാവരും കേട്ടാ. വലിയ വിപ്ലവം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. ബാബുരാജ് സാർ ഇവിടെ തുടങ്ങിയത് തന്നെ അതാണ്, അല്ലെ? ഒരു ഡയറക്റ്റ് സെല്ലിംഗ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ, അല്ലെ, പെർ ക്യാപിറ്റ ഇൻകം വർദ്ധിപ്പിക്കുക എന്ന് മാത്രമല്ല അതോടൊപ്പം തന്നെ ഇവിടെ ആരോഗ്യമുള്ള ഒരു ജനതയെ കൂടി സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിമിത്തമായി മാറുക എന്നില്ല. ഒരു രാജ്യത്തിന്റെ ഏറ്റവും സുപ്രധാനമായ സമ്പത്ത് എന്ന് പറയുന്നത് ആരോഗ്യമുള്ള ജനതയാണ്, അല്ലെ? അതുകൊണ്ടാണ് വെൽനസ് സെന്ററുകൾക്ക് ഏറ്റവും കൂടുതൽ സാധ്യതകൾ. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പോലും പ്രസംഗത്തിൽ നിരവധി തവണ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇനി വരുന്ന കാലഘട്ടത്തിൽ വെൽനസ് സെന്ററിന്റെ കാലമാണ്. നമുക്ക് അഭിമാനിക്കാം. നമ്മുടെ പ്രധാനമന്ത്രിയെ കുറിച്ച് പറയുമ്പോൾ ഇന്നും അദ്ദേഹം ഒരു ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഒരു നേരം, അല്ലെ, 1 രൂപ ചെലവാക്കിയതായിട്ടുള്ള ഒരു കണക്ക് എല്ലാ മന്ത്രിമാരുടെയും കണക്കുകൾ വരാറുണ്ട് ഹോസ്പിറ്റൽ ചെലവാക്കിയതിന്റെ, അല്ലെ? ഇന്നും 1 രൂപ അദ്ദേഹം അതിനുവേണ്ടി ചെലവാക്കേണ്ടി വന്നിട്ടില്ല. ഒരു ദിവസം പോലും അദ്ദേഹത്തിന് ആശുപത്രിയിൽ കിടക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ള കാര്യം ഇവിടെ നമുക്ക് ഇത്തരത്തിൽ അറിയിക്കുകയാണ് ഞാൻ. പലരും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല, ഇല്ലേ? എന്തുകൊണ്ടാ അദ്ദേഹത്തിന്റെ ജീവിത ശൈലിയാണ്, അല്ലെ? ജീവിത ശൈലിയിലൂടെയാണ് അതൊക്കെ മാറ്റിയെടുത്തത്. യോഗയും അതുപോലുള്ള ഭക്ഷണ ക്രമീകരണം ഒക്കെ ചെയ്തുകൊണ്ടാണ് അത് മാറ്റിയെടുക്കുന്നത്. അതേപോലെ എല്ലാവർക്കും അത് പറ്റില്ല. അങ്ങനെ പറ്റാത്ത സാഹചര്യത്തിലാണ് നമുക്ക് വെൽനസ് പ്രൊഡക്റ്റ് കൂടെ കൊടുത്തുകൊണ്ട് സാധാരണക്കാരൻ അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി ഹോസ്പിറ്റലിനോട് വിട എന്ന് പറയുന്ന ഒരു ബോർഡ് എല്ലായിടത്തും വെക്കുന്ന ഒരു സാഹചര്യം. ഫാർമസ്യൂട്ടിക്കൽ, മെഡിക്കൽ ഷോപ്പുകളെല്ലാം, അല്ലെ, മെഡിക്കൽ ഷോപ്പിന്റെ ആരും കണ്ട് ഞാനോട് ക്ഷമിക്കുക, അതൊക്കെ അടച്ചുപൂട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറി വരുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് വയട്ടോറിയൻസിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. മനസ്സിലായോ? ആശുപത്രി, ഫാർമസ്യൂട്ടിക്കൽ, അല്ലെ, ടെസ്റ്റ്, ലാബ്, ഇതെല്ലാം മെല്ലെ വേണ്ട എന്നല്ല പറഞ്ഞത്. എമർജൻസിക്ക് വേണ്ടി വരും.
ഇൻ ഫ്യൂച്ചർ 4-5 കൊല്ലം കൊണ്ടാവുന്ന കഥയല്ല ഈ പറയുന്നത് കേട്ടാ. 10-50 വർഷം കഴിയുമ്പോഴേക്കും നമ്മുടെ രാജ്യത്ത് ഇത് പ്രചാരം നേടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിലേക്ക് മാറാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ സെയിൽസിലേക്ക് ഏർപ്പെടുക, ആളുകളിലേക്ക് പ്രൊഡക്റ്റ് എത്തിക്കണം. നമ്മൾ പറഞ്ഞാലേ എത്തുള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞില്ലെങ്കിൽ ഇപ്പൊ ഇവിടെ എത്തുമായിരുന്നു. ഇല്ല, ഞങ്ങൾ കുറെ പേരോട് പറഞ്ഞു അല്ലെ. അങ്ങനെ പറഞ്ഞു വന്നതാണ്. എന്തായാലും എനിക്ക് ഇന്ന് തൃശ്ശൂർ BOP ആണ്, അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. സെയിൽസ് നടക്കണമെങ്കിൽ ആദ്യം നിങ്ങളുടെ മനസ്സിൽ സെയിൽസ് നടത്താൻ നിങ്ങൾക്ക് സാധിക്കും. ഒന്നും നടക്കൂല കേട്ടാ. ആര് വാങ്ങാനാ ഇതൊക്കെ? അവളും വാങ്ങൂല, ഇവളും വാങ്ങൂല, മറ്റവനും വാങ്ങൂല, ഇവനും വാങ്ങൂല. നിങ്ങൾ അവിടെ നിന്ന് കണക്ക് കൂട്ടി ഗണിച്ചു വെച്ച് കഴിഞ്ഞാൽ ആരും വാങ്ങൂല. ഈ വാങ്ങൂല എന്ന് വിചാരിച്ചവരായിരിക്കും ചിലപ്പോൾ നിങ്ങൾ എടുക്കുന്ന വാങ്ങും എന്ന് വിചാരിച്ച എന്റെ അടുത്ത ക്ലോസാണ്. ഞാൻ പറഞ്ഞ അവൾ എന്തായാലും വാങ്ങും. എന്റെ അടുത്ത കൂട്ടുകാരിയാ, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാ അല്ലേ. എന്ന് പറഞ്ഞിട്ട് ഒന്നും കാര്യമില്ല, ചിലപ്പോൾ വാങ്ങൂല. അപ്പോ നമ്മൾ അങ്ങനെ നേരത്തെ ഒരു മുൻവിധി വേണ്ട. എല്ലാവരോടും പറയാൻ തയ്യാറാകാൻ ചെറിയ ഗോളുകൾ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഇറങ്ങുക. ഏറ്റവും ഞാൻ പറഞ്ഞു, നമ്മുടെ മനസ്സിലാണ് സെയിൽസ് നടക്കേണ്ടത്. അതിനാദ്യം വേണ്ടത് നമ്മുടെ പോസിറ്റീവ് മൈൻഡ് സെറ്റ് ആണ് അല്ലെ. പോസിറ്റീവ് മൈൻഡ് സെറ്റ് എല്ലാം നടക്കുന്നു. ഇന്നലെ ഗീതാ മേഡത്തിനെ കോട്ടയത്ത് കണ്ടു ഇല്ലേ, സുരേഷ്. അവരുടെ റിലേറ്റീവിന്റെ അടുത്ത് വന്നതാ. എന്നോട് പറഞ്ഞു, സാറേ റിലേറ്റീവ്സ് ആണ്, അവരൊന്നും ഇങ്ങനെ അടുക്കുന്നില്ല സാറേ എന്ന് പറഞ്ഞു. അത് സ്വാഭാവികമായിട്ട് നമ്മൾ വലിയ പ്രതീക്ഷയോടെയൊക്കെ അവിടെ പോയതാ. പക്ഷെ അതിനിപ്പോ അടുക്കില്ല. അവരടുത്തില്ലെങ്കിൽ അതിനേക്കാളും 100 ആളുകളോട് വരാനുണ്ട്. ഞാൻ പറഞ്ഞപ്പോ എന്റെ സുഹൃത്തുക്കളൊന്നും ആരും വന്നില്ല, ബന്ധുക്കളും വന്നില്ല. ഞാൻ നിർത്തിയില്ല. മനസ്സിലായി? അവിടെ നമുക്കൊരു ആവേശം ഉണ്ടാവണം. ഇവര് വാങ്ങാത്തവര് വാങ്ങുന്നില്ലെങ്കിൽ നമ്മൾ വേറെ ആളുകളെ കണ്ടുപിടിച്ചിട്ട് അവരുടെ മുമ്പിൽ ഈ ബ്രേസ്ലെറ്റും എടുത്ത് ഈ വാട്ടർ എനർജി പഠിച്ച് വെള്ളം എടുത്ത് ഇങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു ആവേശം വരും. മനസ്സിലായ? അപ്പൊ പുതിയ ആളുകൾ ഒരു ഹോർമോണൽ ചേഞ്ചസ്, ഒരു സക്സസിന്റെ ഒരു ഹോർമോണും ബോഡിയിൽ ഉണ്ടാവും. എങ്ങനെ ഉണ്ടാവും അറിയോ? രാവിലെ ഞാൻ പറഞ്ഞ കണക്ക് അഫർമേഷൻസ് എടുക്കണം. ദൈവത്തോടുള്ള പ്രാർത്ഥനയും അല്ലെ എല്ലാം കഴിഞ്ഞതിന് ശേഷം അഫർമേഷൻ എടുക്കണം. ഐ ആം ബെസ്റ്റ്, ഐ ആം ദ ബെസ്റ്റ് അല്ലെ, ഐ ക്യാൻ ഡു ഇറ്റ്. എനിക്ക് സാധിക്കുമെന്ന് നിങ്ങളെ ബ്രെയിന്, സബ് കോൺഷ്യസ് മൈൻഡിനെ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി സാധിക്കണം. സബ് കോൺഷ്യസ് മൈൻഡ് ഏറ്റെടുത്താൽ പിന്നെ രക്ഷയൊന്നും ഉണ്ടാവില്ല. സബ് കോൺഷ്യസ് മൈൻഡ് പെട്ടെന്ന് ഏറ്റെടുക്കൂല അല്ലെ. അത് ഇച്ചിരി പണിയാ. അതിനെന്ത് വേണം? നമ്മൾ ആവർത്തിച്ച് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നിങ്ങൾ കൊടുക്കണം. ഐ എം എ വിന്നർ, ഐ എം എ വിന്നർ, ഐ എം എ വിന്നർ, ഐ എം എ വിന്നർ. ഞാൻ വിജയിക്കും, എനിക്ക് സാധിക്കും നിങ്ങൾ പറഞ്ഞ് നിങ്ങളെ സബ് കോൺഷ്യസ് മൈൻഡിനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ വിജയം നിങ്ങൾക്ക് ഉറപ്പാണ്. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഞാൻ ചെയ്ത വഴികളാണ് ഇതൊക്കെ പറയുന്നത്. മനസ്സിലായി? സാധിക്കും. 1 കോടി അടിക്കും, 10 മാസം കൊണ്ട് അടിക്കണം. 1 കോടി 1 വർഷം കൊണ്ട് 1 കോടി അടിക്കുന്നുണ്ട് ഞാൻ നടക്കുന്നത്. ഇപ്പൊ ഞാൻ എന്റെ സ്ക്രീൻഷോട്ട് 1 മാസം 38 ലക്ഷത്തിന്റെ സ്ക്രീൻഷോട്ടാണ് ഞാൻ സ്വപ്നം കാണുന്നത്. റീപർച്ചേസ് വന്നതോടിയിട്ട് അതിനുള്ള ഹോർമോണൽ ചേഞ്ചസ് നടത്തിക്കൊണ്ടിരിക്കുക. ഇപ്പൊ കഴിഞ്ഞ ജൂലൈ 1-ാം തീയതി സ്റ്റാർട്ട് ചെയ്തു. 35,000 രൂപ വന്നു റീപർച്ചേസിൽ. നിങ്ങളെല്ലാം തുറന്നു നോക്കിയാൽ മതി എത്ര വന്നിട്ടുണ്ടെന്ന്. ഒന്നും വരാത്ത ആളുണ്ട്, ഒന്നും മേടിക്കാത്ത ആളുണ്ട്. സാറേ റീപർച്ചേസ് മാസം സാധനം മേടിക്കാൻ പറ്റൂല സാറേ എന്നാ പറയുന്നത്. 1,600 രൂപ അൾട്രാ ബറി വാങ്ങിയാൽ 3,000-ന് വിറ്റാൽ 1,400 രൂപ പോക്കറ്റിൽ ഇടാം എന്റെ പൊന്നു സുഹൃത്തുക്കളെ. മനസ്സിലായ? അൾട്രാ ബറി എല്ലാവർക്കും വരാൻ തുടങ്ങിയിട്ട് പ്രൊഡക്റ്റുകൾ അവിടുന്ന് റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ എല്ലാവർക്കും പ്രൊഡക്റ്റ് കിട്ടും. ഇൻ ഫ്യൂച്ചർ നമ്മുടെ ഡിസ്ട്രിക്ട് സ്റ്റോക്കിസ്റ്റ് വഴി പ്രൊഡക്റ്റുകൾ എളുപ്പത്തിൽ ലഭ്യമാക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് കമ്പനി. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, ഗ്രോസറി ഐറ്റംസ് A to Z അത്ഭുതം സൃഷ്ടിച്ചുകൊണ്ട് A to Z ഉൽപ്പന്നങ്ങൾ നമ്മുടെ റീപർച്ചേസിലൂടെ വരാൻ വേണ്ടി പോവാണ്. ബസ്മതി റൈസ് മുതൽ ആട്ട മുതൽ എണ്ണ മുതൽ പരിപ്പ് പയർ വർഗ്ഗങ്ങൾ മുതൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയും പോലെ ഉപ്പും പഞ്ചസാരയും നെയ്യും എല്ലാ വിഭവങ്ങളും നിങ്ങൾ ഒരു ഷോപ്പിലേക്ക് ഇനി പോകേണ്ട ആവശ്യമില്ല. ബയോട്ടോറിയത്തിലോ പർച്ചേസ് ചെയ്യാം. വേൾഡിലെ നമ്പർ 1 സൂപ്പർ മാർക്കറ്റിന്റെ ഓണേഴ്സ് ആണ് നിങ്ങൾ ഇരിക്കുന്ന ഓരോരുത്തരും. അത് തിരിച്ചറിയണം. മനസ്സിലായ? ഒരു 3,100 രൂപയുടെ ഐഡി എടുത്താൽ ഇവിടെ വേൾഡ് ക്ലാസ് സൂപ്പർ മാർക്കറ്റിന്റെ ഓണേഴ്സ് ആണ് ആ ഐഡി എന്ന് പറയുന്നത്. ലോകത്താരും നിങ്ങളുടെ ടീമിൽ ആരും ഉൽപ്പന്നങ്ങൾ വാങ്ങിയാൽ അതിന്റെ ഒരു സർട്ടൻ പെർസെന്റേജ് എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തരുന്നതാണ്. അതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. വെറും 2 വൈനിലൂടെ, ബൈനറി സിസ്റ്റത്തിലൂടെ, ജീനിയസ് ആൻഡ് വിന്നേഴ്സിലൂടെ മാത്രമാണ് ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. പല കമ്പനികളിലും 4ഉം 5ഉം റെഫറൻസ് കൊണ്ടുവരണം വരുമാനം ഭാഗമാണ് വേണ്ട. ഇത് 2 റെഫറൻസിലൂടെ ഒരു സൈഡിൽ മാത്രം ആളുകൾ ചെയ്തു പോയാൽ അതൊരിക്കലും നഷ്ടപ്പെടാതെ അതവിടെ ക്യാരി ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. മറ്റേവെങ്കിൽ ആരെങ്കിലും ഒരു ഉൽപ്പന്നം വാങ്ങുമ്പോൾ 1,100 രൂപയുടെ ഉൽപ്പന്നം വാങ്ങുമ്പോൾ 158 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും. ഏത് സൂപ്പർ മാർക്കറ്റ് നടത്തിയാൽ കിട്ടും ഇത് അല്ലേ? നിങ്ങളൊരു സൂപ്പർ മാർക്കറ്റ് നടത്തിയ ഒരു 1,100 രൂപയുടെ കച്ചവടം നടത്തിയാൽ 158 രൂപ എന്ന് പറഞ്ഞാൽ എത്ര ശതമാനമായി കൂട്ടി നോക്ക് ഇല്ലേ? ഏകദേശം 15.something% ഇല്ലേ? 15% 150 രൂപയായി. ഇത് ആര് വാങ്ങിയാലും കിട്ടും. നിങ്ങളിൽ 10-20 പേര് വാങ്ങുമ്പോൾ അത്രയും ശതമാനം നിങ്ങളുടെ അക്കൗണ്ടിൽ. നിങ്ങൾക്ക് ഷോപ്പ് വേണ്ട, ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, സാധനങ്ങൾ ഇറക്കി വെക്കണ്ട.
ഒന്നും വേണ്ട, ജോലിക്കാരെ വേണ്ട. ലോകത്ത് എവിടെയും ഇത് ആളുകൾ വാങ്ങിയാൽ മതി. വാങ്ങാൻ എന്ത് ചെയ്യണം? അവരെ പഠിപ്പിക്കണം, അതിന് ടെക്നിക്കൽ ട്രെയിനിങ് കൊടുക്കണം, ഐഡിയ അടിക്കാൻ പഠിപ്പിക്കണം. നിങ്ങൾ രണ്ടാളെ കൊണ്ടുവന്നാൽ നിങ്ങൾ ആ രണ്ടാളുടെ വീട്ടിൽ ചെന്നിരുന്നിട്ട് അവരെ ഐഡിയ അടിക്കാൻ പഠിപ്പിക്കണം. ആ രണ്ടുപേരും എന്ത് ചെയ്യണം? അവരെ നാലാളെ പഠിപ്പിക്കണം. ഇങ്ങനെയാണ് ഡ്യൂപ്ലിക്കേഷൻ പോകേണ്ടത്. ഇത് ഡ്യൂപ്ലിക്കേഷൻ ബിസിനസ് ആണ്. ഇത് പവർ ഓഫ് 2 ആണ്. ഇത് ആരൊക്കെ ചെയ്യുന്നുണ്ടോ അവർക്കേ വരുമാനം കിട്ടുള്ളൂ കേട്ടോ. കാര്യം ഞാൻ പറഞ്ഞേക്കാം. പിന്നെ അവസാനം സാറേ എനിക്കൊന്നും വരുമാനം കിട്ടിയില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഐഡിയ അടിക്കാൻ പഠിക്കണം. പ്രായമുള്ളവരാണെങ്കിൽ വീട്ടിൽ മക്കളെ കൊണ്ട് പഠിപ്പിക്കുക. മനസ്സിലായില്ലേ? ഐഡിയ അടിക്കാൻ നിർബന്ധമായിട്ട് പഠിക്കണം. എന്റെ ഭാസ്കരൻ മാഷൊക്കെ പറ്റും. ഓരോരുത്തരും പഠിക്കണം. നമുക്കൊരു സാധനം റീപർച്ചേസ് ഒരു അപ്ലൈൻ ലീഡറെയും വിളിക്കണ്ട, നമ്മൾ അടിക്കുന്നു പഠിക്കും. ക്ലിയർ ആയില്ലേ? വന്ന ആളുകളെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പഠിപ്പിക്കണം. ഐഡി മസ്റ്റ് ആണ്. നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ നിങ്ങളുടെ പ്ലീസ് അവർക്ക് ഐഡിയ അടിക്കാൻ പഠിപ്പിക്കുക. അടുത്ത രണ്ടാൾക്ക് പഠിപ്പിക്കുക. സിമ്പിൾ ആണ്. വന്ന രണ്ടാളെ ഉടനെ പഠിപ്പിക്കുക. അപ്പൊ ഒരാൾക്ക് ഒരു റീപർച്ചേസ് നടത്തുന്നതെന്ന് തോന്നിയാൽ അവരാരുടെയും അനുവാദമില്ല, ആരെയും കാത്തു നിൽക്കാതെ സൈറ്റിൽ കയറി പെട്ടെന്ന് ഓർഡർ ചെയ്യാൻ വേണ്ടി അവർക്ക് സാധിക്കും. അപ്പൊ നല്ലൊരു റെഗുലർ വരുമാനത്തിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി സാധിക്കുന്ന വേൾഡ് ക്ലാസ് ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്നില്ല എന്നാണ് പലരും എനിക്ക് സങ്കടം എന്ന് പറയുന്നത്. മനസ്സിലായി? ഈ അവസരത്തെ ആരാണോ ഉപയോഗിക്കുന്നത് അവർക്കേ വിജയിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. ഈ നല്ല പ്രൊഡക്റ്റ് ഇത്, നല്ല സംഭവമാണ് എന്നൊക്കെ പറഞ്ഞതിനെ കൊണ്ട് കാര്യമില്ല, അല്ലെ? നല്ല കമ്പനിയാണ്, നല്ല പ്രൊഡക്റ്റ് ആണ്. അത് നിങ്ങൾ വിനിയോഗിക്കണം. അത് അവസരത്തെ വിനിയോഗിക്കുന്ന ആൾക്ക് മാത്രമേ സക്സസ് ആവാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇന്നെങ്കിലും നിങ്ങൾ ഒരു ചെറിയ ഗോളുകൾ സെറ്റ് കൊണ്ട് സെയിൽസിലേക്ക് ഇറങ്ങുക. ലോകത്ത് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കിയ ഒരു സെയിൽസ്മാൻമാരാണ്, സെയിൽസ് പ്രൊമോട്ട് ചെയ്തവരാണ്. നമുക്കറിയാം, ലോക ചരിത്രം പരിശോധിച്ചാൽ അല്ലെ, ഒരു പ്രൊഡക്റ്റും ഇല്ലാതെ ഒരു ഓഫീസും ഇല്ലാതെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ലോകത്തിലെ നമ്പർ 1 കോടീശ്വരനായ ആളാണ് ജെഫ് ബിസോസ്, ആമസോണിന്റെ CMD. ഒറ്റ പ്രൊഡക്റ്റും ഇല്ല, ഒരു ഓഫീസും ഇല്ല, ടെക്നോളജി ഉപയോഗിച്ച്. അതന്നെയാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ഒരു ജെഫ് ബിസോസ് ആവാൻ നിങ്ങൾക്കും സാധിക്കും എന്റെ പൊന്നു സുഹൃത്തെ. നിങ്ങൾക്കൊരു ഷോപ്പ് വേണ്ട, നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് സ്റ്റോർ ചെയ്യേണ്ട, ഒന്നും വേണ്ട. ഈ ടെക്നോളജി ഉപയോഗിച്ചിരുന്നത് നല്ലൊരു കമ്മ്യൂണിറ്റിയെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യേണ്ടത്. നല്ലൊരു കമ്മ്യൂണിറ്റി. നിങ്ങളുടെ ട്രീ തുറന്നെത്തുമ്പോൾ 100 കണക്കിന് 1000 കണക്കിന് ആളുകൾ വരുന്ന ഒരു ട്രീയെ നമുക്ക് ഇവിടെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കും. 800 കോടി ജനങ്ങളുണ്ട് ഈ ലോകം. ഇപ്പൊ നമ്മുടെ ട്രീ തുറന്ന 10 ആളേ ഉള്ളൂ. ആരുടെ കുറ്റമാ? അവസരം ഇവിടെ ഉണ്ട്. മഹാസമുദ്രം പോലെ കിടക്കുകയാണ് ലോകത്ത് ജനങ്ങൾ, അല്ലെ? ഈ കേരളത്തിൽ തന്നെയുണ്ട് 4 കോടി 3.5 കോടി. ഇന്ത്യയിൽ തന്നെ 140 കോടി 150 കോടി ജനങ്ങളുണ്ട്. ഇറങ്ങണം. മനസ്സിലായ? സെയിൽസ് ഇവിടെ മാത്രമേ ലോകത്ത് കോടീശ്വരന്മാരായ ആളുകളുള്ളൂ. സെയിൽസിനെ നിങ്ങൾ അറിഞ്ഞു പരിപൂർണ്ണ അർത്ഥത്തിൽ ഉൾക്കൊള്ളുക. നമ്മുടെ സെയിൽസിന്റെ പ്രത്യേകത പറഞ്ഞ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സിസ്റ്റമാണ് ഇവിടെ നടക്കുന്നത്. കുറച്ച് പേരെ കൊണ്ടുവന്നാൽ അവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നതാണ്. മറ്റുള്ളവർ നമ്മളെപ്പോലുള്ള കപ്പാസിറ്റി ഉള്ള ആളുകൾ, കഴിവുള്ള ആളുകൾ, അറിവുള്ള ആളുകൾ, അല്ലെ? അതാണ് ഇത് പറയുന്നത്. നമ്മൾ മറ്റുള്ളവരുടെ ടൈം, മറ്റുള്ളവരുടെ അല്ലെ പൊട്ടി എന്ന് പറയുന്നത്, ഓതേഴ്സ് ടാലന്റ്, ഓതേഴ്സ് ടൈം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇവിടെ ബിസിനസ് ചെയ്യുന്നത്. എന്നേക്കാൾ കഴിവുള്ള ആളുകൾ എന്റെ ടീമിൽ വരുന്നപ്പോഴാണ് ഞാൻ ആരായി മാറിയത്? 0യിൽ നിന്ന് എന്തായി മാറി? 0 എന്ന് ഞാൻ പറയുന്നില്ല. 0യിൽ നിന്ന് വീണ്ടും കുറെ 0 കൂടാൻ തുടങ്ങി. മുമ്പിൽ ഒരു 1 വന്ന് നിന്നു. അപ്പോ മനസ്സിലായ? മുമ്പിൽ ഒരു 1 വന്ന് നിന്നിട്ട് പിന്നെ 0 ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. മുമ്പിൽ 1 വന്ന് നിന്നാൽ 0ന്റെ വില കൂടിക്കൊണ്ടിരിക്കും, ഇല്ലേ? അങ്ങനെ 10,000-ന്ന് ലക്ഷത്തിലേക്കും, ലക്ഷത്തിന്ന് 1 കോടിയിലേക്കും, 1 കോടിയിൽ നിന്ന് അങ്ങനെ 3 കോടിയിലേക്കും, 4 കോടിയിലേക്കും, 100 കോടിയിലേക്കുള്ള പ്രയാണത്തിലാണ് ഞാൻ. നടക്കുവോ? ഇതൊക്കെ കേൾക്കുമ്പോൾ ആളുകൾക്ക് ചിരിയാവും. വേഗം നടക്കും മക്കളെ എന്നാ പറയുന്നത്, അല്ലേ? നടക്കുവോ? നടക്കുമെന്ന് മനസ്സിൽ കുറിച്ച് വെച്ച് കഴിഞ്ഞു. സബ് കോൺഷ്യസ് മൈൻഡ് ഏറ്റെടുത്ത് കഴിഞ്ഞു എന്റെ പൊന്നു സുഹൃത്തുക്കളെ. ഒരു ഐഡിയയിലൂടെ ഒരു മാസം 6 കോടി രൂപ നേടാം. 6 കോടി 5 സംതിങ് കോടി സർപ്രൈസ് ബോണസ് 6 കോടി ഉണ്ട്. 3 ഐഡിയ ഉണ്ടെങ്കിൽ 3, 6, 18, 20 കോടി രൂപ ഒരു വർഷം നേടാം. വേണമെങ്കിൽ 5 വർഷം പണിയെടുത്താൽ 5 × 20 100 കോടി രൂപ. ഒരു പ്രാവശ്യം പറയൂ, ഇനി പിന്നെ നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ, 5 വർഷം പണിയെടുത്താൽ വേണമെങ്കിൽ ഇവിടെ അവസരമുണ്ട്. ബട്ട് 5 വർഷം പണിയെടുത്താൽ 1 കോടിയെങ്കിലും നിങ്ങൾ നേട്, 1 കോടിയെങ്കിലും നേട്. അവസരമുണ്ട് ഇവിടെ. അതുകൊണ്ട് സെയിൽസ് പ്രൊമോട്ട് ചെയ്യുക, ടീമിന് കോൺഫിഡൻസ് കൊടുക്കുക, ആത്മാർത്ഥമായിട്ട് മറ്റു പരിപാടികളൊക്കെ കുറച്ചുകൊണ്ട് കൂടുതൽ സമയം ചെലവഴിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് BOP-ആണ്. വ്യാഴാഴ്ച കണ്ണൂർ BOP-ആണ്. ചില കോട്ടയത്തൊക്കെ നല്ല ആളുകളായിരുന്നു. എല്ലാ പ്രോഗ്രാം സെന്ററും നിറഞ്ഞു കവിയുന്ന ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. പുതിയ റീപർച്ചേസ് വന്നതോടുകൂടിയിട്ട് ശനിയാഴ്ച എറണാകുളം NDOP-ആണ്. അങ്ങനെ പ്രോഗ്രാം കണ്ടിന്യൂസ് ആയിട്ട് ഓരോ മേഖലകളിൽ നടക്കണം. ഇനി പ്രൊഡക്ട് ട്രെയിനിങ്ങും വർക്ക്ഷോപ്പുകളൊക്കെ അതാത് ടീമുകൾ ചെയ്യണം. പ്രൊഡക്ട് ട്രെയിനിങ്ങിന് കോമൺ ഉണ്ടാവും. വർക്ക്ഷോപ്പുകളൊക്കെ ചെയ്തുകൊണ്ട് എല്ലാവരും മുന്നേറുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വിജയിക്കാൻ വേണ്ടി ജനിച്ചവരാണ് ബയോട്ടോറിയത്തിലേക്ക് വന്ന ആളുകൾ. ഒരു സംശയവും വേണ്ട. ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്ത് വിജയിക്കാൻ വേണ്ടിയാണ്. എത്രയോ ആളുകൾ ഇവിടെയുണ്ട്, പക്ഷെ ഇവരെയൊന്നും തെരഞ്ഞെടുത്തിട്ടില്ല. വിജയിക്കാൻ വേണ്ടി
ജനിച്ചവരാണ് നിങ്ങൾ. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ഏറ്റെടുക്കുക. വിജയം നിങ്ങൾക്ക് ഉറപ്പാണ് എന്ന് മാത്രം ഈ സുപ്രഭാതത്തിൽ ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് വിജയാശംസകളോടെ നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച്. ജയ് ഈ ബേട്ടോറി. താങ്ക് യു സർ.